പല സ്പ്രേസ് ഉപയോഗിക്കുന്ന ടൊവിനോ ഈ 3 ക്യാരക്ടറും മാറി നിൽക്കാൻ 3 സ്പ്രേസ് ഉപയോഗിച്ചായിരുന്നു. അത് എപ്പോഴും ഉള്ളതാണ്. ഒരു ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് ഒരു പെർഫ്യൂം വീരമാണ് കുഞ്ഞിക്കള്ളൂന്, മണിയന് രൗദ്രമാണ്, കരുണമാണ് അജയന്. ഫാദിന്റെ അടിച്ചു മാറ്റാം, കണ്ണടിച്ച് മാറ്റില്ല. വെക്കേഷന് പോയ സമയത്ത് 2 പിള്ളേരും തലകും വിലകും തിന്നിട്ട് മറ്റേ രംഗണ്ണനെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നിട്ട് ജപ്പാനിലുള്ള സമയത്ത് ഞാൻ എന്നിട്ട് വിളിച്ചു, കിട്ടിയില്ല. അപ്പൊ ഞാനൊരു വീഡിയോ റെക്കോർഡ് ചെയ്ത് അയച്ചു. 2 രംഗണ്ണൻ ഫാൻസ് ഉണ്ട്. അപ്പൊ പുള്ളി തിരിച്ചൊരു വീഡിയോ റെക്കോർഡ് ചെയ്ത് അയച്ചു തന്നു. എടാ മോനെ അപ്പൊ ഞാനും ഇങ്ങനെ ഇടയ്ക്ക് ചോദിക്കും, ടൂറൊക്കെ പോയി എന്റെ ഇടയ്ക്ക് ഞാൻ മക്കളെ ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ബിബിമോ ഹാപ്പിയാണോ ചോദിക്കും. പുച്ഛവും പരിഹാസം എന്തായാലും കേൾക്കും. കുറെ നാളായല്ലോ നീ ഇത് പോസ്റ്റർ ഇറക്കാൻ തുടങ്ങി, എന്തെങ്കിലും നടക്കോ, ടൊവിനോ ഡേറ്റ് തന്നോ നിനക്ക് സത്യത്തിൽ? അങ്ങനെ എന്തൊക്കെ കേട്ടിട്ടുണ്ട്, അങ്ങനെ ഇഷ്ടം പോലെ കേട്ടിട്ടാണ്. അല്ല ഇപ്പൊ അത്യാവശ്യം ഒരു കുതിര റൈഡ് ചെയ്യാനൊക്കെ പറ്റും. ഒരു അത്യാവശ്യത്തിനൊന്നും അരി പഞ്ചസാരയൊക്കെ മേടിക്കാൻ തൃശ്ശൂർ ടൗണിൽ കൂടെ. ആ ടീസറിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ ബീഡി വായിക്കായിരുന്നു പുറത്തെടുക്കുന്ന ആ ഷോട്ട്. അപ്പോൾ ആ ഷോട്ടിൽ എൻ്റെ ബാക്കിലുള്ള അതിനകത്ത് എക്സ്ട്രാസ് ആയിട്ട് അഭിനയിച്ചിട്ടുള്ള ആൾക്കാർ പന്തവും കൊണ്ട് വരുമ്പോൾ ആ ഷോട്ട് വെച്ചിട്ട് അത് പ്ലാൻഡ് അല്ല. ആ ബാക്കിൽ പന്തം ഞാനിത് പുറത്തെടുക്കുന്ന സമയത്ത് തന്നെ ഈ പന്തം ഇങ്ങനെ, അത് ഞാൻ ടീസറിന്റെ ലാസ്റ്റ് ഷോട്ട് പ്ലേ ബാക്ക് ചെയ്ത് നോക്കിയത് കാണാം, പന്തം ഇങ്ങനെ പൊങ്ങി വരുന്നത് കാണാം. with RJ Rafi. കരിയറിൽ ഹാഫ് സെഞ്ചുറി അടിച്ചിരിക്കുന്ന ടൊവിനോ തോമസ് ആണ് ഇന്നത്തെ സ്റ്റാർ ജാമിൽ ഇരിക്കുന്നത്. വെൽക്കം ടു സ്റ്റാർ ജാം. താങ്ക് യു. കൺഗ്രാറ്റുലേഷൻ പറഞ്ഞാൽ ഞാനത് വീണ്ടും ആൾക്കാർ പെട്ടെന്ന് അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കും ഞാൻ 50 പടത്തിൽ നായകനായിട്ട് അഭിനയിച്ചു. നല്ല ആദ്യത്തെ പടം മുതൽ ചെറിയ വേഷങ്ങൾ, വലിയ വേഷങ്ങൾ, സഹനടൻ വേഷങ്ങൾ എല്ലാം കഴിഞ്ഞിട്ട് നായക വേഷം എല്ലാം ചേർത്തിട്ടാണ് 50. എന്നാലും 50 ആയി. പിന്നെ 50 എന്ന് പറയുമ്പോൾ ഒരു മൈൽ സ്റ്റോൺ ആണ്. തീർച്ചയായിട്ടും നമ്മള് ഹാഫ് സെഞ്ചുറി അടിച്ച ഇത്രയൊന്നും, അതായത് നമുക്ക് സിനിമയിൽ ഒന്നും മുഖം കാണിക്കണം, സിനിമയിൽ അഭിനയിക്കണം എന്ന് ആഗ്രഹിച്ച സമയത്ത് നമ്മൾ എത്ര സിനിമ ചെയ്യുമെന്നോ ഇത്തരം സിനിമ ചെയ്യുമെന്നോ ഒന്നും നമ്മുടെ മനസ്സിലില്ല. നമുക്ക് അങ്ങനെ ഒന്നുമില്ല. ആദ്യത്തെ സിനിമയിൽ അഭിനയിച്ചത് മാത്രമാണ് നമ്മൾ അങ്ങനെ ആഗ്രഹിച്ചത്, സ്വപ്നം കണ്ടത്. അതിൽ തന്നെ നമ്മളുടെ ആഗ്രഹം നടന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കിട്ടിയതൊക്കെ ബോണസ് തന്നെയാണ്. 50 സെലിബ്രേറ്റ് ചെയ്യുമല്ലോ വേണമെങ്കിൽ. പൊളി. 50 അടിച്ച് കഴിയുമ്പോൾ ഹൈലൈറ്റ്സ് കാണിക്കും. അതിൽ 4 ഉണ്ടാവും, 6 ഉണ്ടാവും, ചിലപ്പോൾ മിസ്സായ ക്യാച്ച് ഉണ്ടാവും, ഔട്ടാവാതെ രക്ഷപ്പെട്ടൊക്കെ. അങ്ങനെ ടൊവിയോട് ഇപ്പോൾ 50 സിനിമ കഴിഞ്ഞ് വയ്ക്കുമ്പോൾ, ഹാഫ് സെഞ്ചുറി അടിച്ച് വയ്ക്കുമ്പോൾ ഹൈലൈറ്റ്സ് മനസ്സിൽ തെളിയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്ത് പറയും? എനിക്ക് ഒരു 6 or 4 അടിച്ചിട്ടൊരു ഹാഫ് സെഞ്ചുറി അടിച്ചാൽ കൊള്ളാതുണ്ടായിരുന്നു. അപ്പൊ അത് നോക്കാതെ ഈ പടം അല്ല, ഇത് ഒരു ട്രിപ്പിൾ അടിച്ചിട്ടാണ് ഹാഫ് സെഞ്ചുറിയിലേക്ക് കയറാൻ പോകുന്നത്. അല്ല, ഞാൻ കഴിഞ്ഞ എൻ്റെ കരിയർ ഞാൻ വളരെ സന്തോഷത്തോടെയും ഭയങ്കര ഗ്രേറ്റ്ഫുള്ളായിട്ട് എല്ലാവരോടും ഗ്രാറ്റിറ്റ്യൂഡിലും ഒക്കെ നോക്കിക്കാണുന്ന ഒന്നാണ്. ഞാനങ്ങനെ എന്തെങ്കിലും എൻ്റെ കൂട്ടുകാരോ അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരോ പോലും ഞാൻ സിനിമയിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞിറങ്ങുന്ന സമയത്ത് അവർക്കും എടാ വേണോ, നീ അതിന് മാത്രം നീ അതിന് സംശയമായിരുന്നു. സംശയം അത് അവരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അങ്ങനെ ഒരു മേഖലയിൽ ഒന്നും ചെയ്തിട്ടില്ലാത്ത ആളാണ്. അപ്പോൾ അതൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ ഈ ബാത്റൂമിലിരുന്ന് ഇന്റർവ്യൂവും അവാർഡിനുള്ള സ്പീച്ചൊക്കെ കൊടുത്തൊന്നും ഇവർക്ക് അറിയില്ല, നമ്മളുടെ പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ആ ആഗ്രഹം തന്നെ എത്രത്തോളം തീവ്രമാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നത് പിന്നീടാണ്. പക്ഷെ ഞാനും ഈ പറഞ്ഞ പോലെ അഭിനയിക്കാനായിട്ട് ആദ്യമായിട്ട് ആഗ്രഹിച്ചു തുടങ്ങുന്ന സമയത്ത് അഭിനയിക്കാൻ അറിയുമോ എന്നൊന്നും നമുക്കറിയില്ല. അത് ചെയ്തു നോക്കാം, ചെയ്ത് ശരിയാവും എന്നുള്ള പോലെ. അതുപോലെ ഇപ്പോൾ ഇത്രയും കൊല്ലം കൊണ്ട് ഞാൻ ആദ്യം ഉണ്ടായിരുന്നതിനേക്കാൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. ആദ്യം ഉണ്ടായിരുന്നതിനേക്കാൾ പല രീതിയിൽ ജീവിതം മച്ച് ബെറ്ററാണ്, കളർഫുള്ളാണ്, സംഭവമാണ്. ഹൈലൈറ്റ്സിൽ ഇതൊക്കെയാണ് തെളിഞ്ഞു വരുന്നത്. ഫസ്റ്റ് ഡേ സെറ്റിലേക്ക് ആസ് എ അസിസ്റ്റന്റ് ഡയറക്ടറോ എങ്ങനെയാണെങ്കിലും സിനിമയിലേക്ക് കടന്നു ഓർക്കുന്നുണ്ടോ? ഓർമ്മയുണ്ട്. ആദ്യമായിട്ട് പ്രഭുവിന്റെ മക്കളാണ്, അത് കഴിഞ്ഞിട്ടാണ് തീവ്രത്തിൽ ലെസ്റ്റാണ്. അന്നത്തെ ടൊവിനോ നടന്ന് ആ സെറ്റിലേക്ക് വരുമ്പോൾ എന്തായിരുന്നു മനസ്സിലും? ഓക്കെ, പേടിയായിരുന്നു ആദ്യം. നമുക്ക് ക്യാമറ ഇതൊക്കെ നമുക്ക് ഓരോ വലിയ ആദ്യമായിട്ട് മേക്കപ്പ് ഇടുമ്പോൾ, ആദ്യമായിട്ട് നമ്മൾ മറ്റേ ഡിജിറ്റൽ ക്യാമറയുടെ മുമ്പിലോ മൊബൈൽ ക്യാമറയുടെ മുമ്പിലോ മറ്റേ ചെറിയ ഫോട്ടോഗ്രാഫി ക്യാമറയുടെ മുമ്പിലൊക്കെ നിന്നിട്ടുള്ളതുമായിട്ട് ഈ സിനിമ ഷൂട്ട് ചെയ്യുന്ന ഒരു പ്രോപ്പർ ക്യാമറയുടെ മുമ്പിൽ ആദ്യമായിട്ട് നിൽക്കുന്ന സമയത്ത് പിന്നെ ആദ്യമായിട്ട് മേക്കപ്പ് ഇടുമ്പോഴാണ് നമുക്ക് ഹായ് ഉറപ്പിച്ചു. അതായത് അതുവരെ ഉറപ്പില്ല.
അപ്പം അങ്ങനെ അത് വേറൊരു എക്സ്പീരിയൻസ് ആണ് ഇതെല്ലാം, ഇതിൻ്റെ എല്ലാം ഫസ്റ്റ് ടൈം. അപ്പോൾ അത് ഭയങ്കര നെർവസും പേടിയും ഒക്കെ ആയിരുന്നു. അതേസമയം തന്നെ നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യം നടക്കുന്നു എന്നുള്ളതിൻ്റെ ഭയങ്കര സന്തോഷവും ഉണ്ടായിരുന്നു. അത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആ ദിവസം. അത് 2012 ജനുവരി 28 രാവിലെ ആണ് അത്. ഓർമ്മയുണ്ട്. തൃശ്ശൂർ കേരളവർമ്മ കോളേജില്. ഇന്നിപ്പം 50ാമത്തെ സിനിമ എന്ന് പറയുന്നത് ഇത് ARM ഇയർ ആണ് ടോവിനോയുടെ. 2024 ARM ഇയർ എന്ന് നമ്മൾ പറയെങ്കിലും ഇതിന് 6 വർഷത്തെ കാത്തിരിപ്പിന്റെ കഥയുണ്ട്. ഈ ജേർണി 6 years ജേർണിയാണ്. ജിതിനും ഞാനും തമ്മിൽ കുറെ നാളത്തെ സൗഹൃദം ഉണ്ട്. ഞങ്ങൾ ഒരുപാട് സമയം മൊയ്തീൻ്റെ സമയത്ത് തന്നെ ഞങ്ങൾ ഒരുപാട് സമയം ഒരുമിച്ചു. ഇവനെല്ലാ ദിവസവും വൈകിട്ടാകുമ്പോഴത്തേക്ക് എൻ്റെ റൂമിൽ വരും. നമ്മളവിടെ വർത്താനൊക്കെ പറഞ്ഞിരിക്കും. അന്ന് അസിസ്റ്റന്റ് ആയിരുന്നു. അന്ന് അവൻ അസിസ്റ്റന്റ് ഡയറക്ടർ, ഞാൻ സഹനടൻ, ഷമീർ സ്പോട്ട് എഡിറ്റർ, ജോമൻ ചേട്ടൻ പക്ഷേ ഞങ്ങൾ പാവങ്ങളുടെ കൂടെ നിൽക്കുന്ന മെയിൻ സിനിമാറ്റോഗ്രാഫർ. ജോമൻ ചേട്ടനായിരുന്നു എൻ്റെ സിനിമാറ്റോഗ്രാഫർ. പിന്നെ ജിത്തിൻ്റെ കൂടെ തന്നെ അസിസ്റ്റൻസ് ആയിട്ടുണ്ടായിരുന്ന ശ്രീജിത്തും ശരത്തും ഉണ്ട്. അവരിതിൽ അസോസിയേറ്റ്സ് ഉണ്ടായിരുന്നു. ARMലുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ശ്രീലാലേട്ടൻ അതിൽ അസോസിയേറ്റ് ആയിരുന്നു. പുള്ളിയായിരുന്നു ഇതിൻ്റെ ചീഫ് അസോസിയേറ്റ്. പിന്നെ ആക്ടേഴ്സ് ആണെങ്കിലും സുധീഷ് ഏട്ടനും സുരഭിയും അനീഷ് ഗോപാൽ, അനീഷേട്ടനും എല്ലാവരും നമ്മൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ മൊയ്തീനിൽ തൊട്ടുള്ളവരാണ്. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് കുറേ സമയം ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജിതിന് അന്നും വൈകുന്നേരങ്ങളിലൊക്കെ ഇവൻ്റെ ഒരു കഥകൾ ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ട്. ഫുൾ സ്ക്രിപ്റ്റ് പറയാൻ എൻ്റെ അടുത്ത്. അപ്പോൾ ഞാനും ആ സമയത്ത് എനിക്ക് കേട്ടിട്ടുള്ള സിനിമകൾ ഒരു അഭിപ്രായം ഒക്കെ അറിയാനായിട്ട് അവിടെ ഇങ്ങനൊരു സാധനമുണ്ട്. പിന്നെ അന്ന് വേറെ നമ്മളെ സുഹൃത്തുക്കളായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള സിനിമകൾ ഇതിങ്ങനെയാണ് പ്ലാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കുറേ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഈ സിനിമ അവൻ എൻ്റെ അടുത്ത് പറയുന്നത് ഒരു 2017 2017 അവൻ എൻ്റെ ഇതിൻ്റെ 16 തന്നെ നമുക്കൊരെണ്ണം ചെയ്യണം, ഇങ്ങനൊരു ഐറ്റം ഉണ്ട്, ഞാൻ വരും എന്നവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോതയുടെ ഷൂട്ടിൻ്റെ സമയത്ത് തന്നെ. പക്ഷേ ശരിക്കും ഇവൻ വന്ന് നറേറ്റ് ചെയ്ത് 2017 എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മളത് ചെയ്യാൻ തീരുമാനിച്ചു. പിന്നെ അന്ന് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു, വേറെ ഞങ്ങൾ രണ്ടുപേരുടെയും ഭാഗത്തുനിന്നല്ലാതെ വേറെ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ആ കൺഫ്യൂഷൻസൊക്കെ മാറിയപ്പോഴത്തേക്കും ഡേറ്റുകളുടെ ഇതെങ്ങനെ നമുക്കറിയാം. ഇതെന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങോട്ട് ഓടിപ്പോയി ചെയ്യാൻ പറ്റുന്ന സിനിമയല്ല. 3 ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ആസ് ആൻ ആക്ടർ കുറച്ചും കൂടെയൊക്കെ വളർന്നിരിക്കണം, പ്രിപ്പയർഡ് ആയിരിക്കണം എന്നെനിക്കും ഉറപ്പുണ്ടായിരുന്നു. അതിനുള്ള ടൈം ഈ 6 years കിട്ടി. നമ്മൾ കാരണം കൊണ്ടും അല്ലാതെയും ഒക്കെ ഉണ്ടായിട്ടുള്ള ഈ വൈകൽ ഏത് രീതിയിൽ വൈകിട്ടുണ്ടോ അതെല്ലാം ഈ സിനിമയ്ക്ക് ഗുണമായിട്ടേ വന്നിട്ടുള്ളൂ. ജിതിനാണെങ്കിലും ആസ് എ ഡയറക്ടർ അവൻ കുറേ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കി. ആസ് എ ഡയറക്ടർ മാത്രമല്ല, ഈ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളൊക്കെ ആസ് എ ഹ്യൂമൻ ബീയിങ്ങും നമ്മൾ കുറേ മാറി. ഇവിടുത്തെ കൾച്ചർ മാറി. അപ്പോൾ ആ കൾച്ചർ മാറുന്നതിനനുസരിച്ച് പോപ്പ് കൾച്ചർ മാറുന്നതിനനുസരിച്ച് നമ്മളും മാറി ചിന്തിക്കണം. സിനിമ മാറി, പലതരം സിനിമകൾ വരുമല്ലോ. അപ്പോൾ ഓരോ സീസണിൽ ഓരോന്നിന് ഇതുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ARM ഇറങ്ങാൻ ഏറ്റവും പറ്റിയ സമയം ഇതാണെന്ന് തോന്നുന്നു. 2024 നമ്മൾ വിചാരിച്ചൊരു ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റി. പിന്നെ ഞാനാണെങ്കിലും ഇപ്പം സമയം ചോദിച്ച് മേടിച്ച് ഞങ്ങൾ ട്രെയിനിങ്ങും വർക്ക്ഷോപ്പും ഒക്കെ കഴിഞ്ഞ് കളരിയും പഠിച്ച് ഇതിന് ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ ഞാൻ കളരി പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു 2 മാസം. ഇവർ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടും ഞാനൊരു ടോട്ടൽ ഒരു 6 മാസം ഈ സിനിമയുടെ ഷൂട്ട് തീരുന്നവരും കളരി ഉണ്ടായിരുന്നു. ഇപ്പോഴും അത് ചെറുതായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അന്ന് ഗുരുക്കൾ എൻ്റെ കൂടെ വന്ന് താമസിച്ച് പഠിപ്പിക്കുകയായിരുന്നു. ഗുരുക്കളുടെ മകനും ശിഷ്യനും ത്രൂ ഔട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ARMന് വേണ്ടി ടൊവിനോ എന്തൊക്കെ സ്കിൽസ് പഠിച്ചു കളരി കൂടാതെ? അഭിനയം അല്ല, ഞാൻ പ്രധാനമായിട്ടും കളരിയിൽ കുറച്ചധികം സാധനങ്ങൾ. എന്തൊക്കെ പഠിച്ചു? കളരിയിൽ വാള്, മറക്കടാര, അടവുകൾ പഠിച്ച. പിന്നെ അതായത് നമുക്ക് മെയ്പ്പയറ്റിൻ്റെയും വാൾപ്പയറ്റിൻ്റെയും ഒക്കെ ബേസിക്സ് അല്ലേ നമുക്ക് സിനിമയിൽ. അത് നമ്മൾ അങ്ങനെ ചെയ്യുന്നതല്ലേ, കാണിക്കുന്നതല്ലേ. അപ്പോൾ ഈ 6 മാസം നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ ബോഡിക്ക് ഫ്ലെക്സിബിലിറ്റി, മൊബിലിറ്റി, അജിലിറ്റി ഒക്കെ വേണം. പിന്നെ ഈ അമർച്ചകളിൽ അത് നമ്മളിപ്പോൾ ഒരു കളരി ഫൈറ്റ് അല്ലാതെ വേറൊരു ഫൈറ്റ് ചെയ്യുമ്പോൾ പോലും നമുക്കത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഇനിയിപ്പോൾ ഫൈറ്റ് അല്ലാതെ ഒരു സീൻ ചെയ്യുമ്പോൾ പോലും നമുക്ക് ക്യാരക്ടറിൻ്റെ ബോഡി ലാംഗ്വേജ്, പോസ്റ്റർ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് കളരി പഠിച്ചൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഇപ്പം ജിതിൻ പറഞ്ഞായിരുന്നു ഈ 6 വർഷത്തിൽ ടൊവിനോയ്ക്ക് വന്ന മാറ്റങ്ങൾ എന്നിട്ട് ജിതിൻ പറഞ്ഞായിരുന്നു. ടൊവിനോ ബാങ്കബിൾ ആക്ടറായി, ടൊവിനോയുടെ ആക്ടിങ് തന്നെ മാറി. അത് ആസ് എ ഡയറക്ടർ ജിതിൻ പറയുന്ന സാധനങ്ങൾ. ടൊവിനോയോട് ചോദിച്ചാൽ ടൊവിനോ എന്തൊക്കെ പറയും? കഴിഞ്ഞ 6 വർഷത്തിൽ മാറിയ കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ. ഈ പറഞ്ഞ പോലെ നമ്മൾ എല്ലാ വർഷവും ഇത്രയും നമ്മൾ വർക്ക് ചെയ്യുന്നു, ഒരുപാട് ആളുകളെ കാണുന്നു. ഞാൻ കുറേ ആളുകളുമായിട്ട്
അടുത്ത് ഇടപഴകുന്ന ആളാണ്. എനിക്ക് സുഹൃത്തുക്കളുണ്ട്, പുതിയ ആൾക്കാരെ പരിചയപ്പെടാറുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഞാൻ കുറേ ആളുകളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാറുണ്ട്. കുറേ സിനിമകൾ കാണുന്നു, പുസ്തകങ്ങൾ വായിക്കുന്നു, പാട്ടുകൾ കേൾക്കുന്നു, നമ്മൾ കാഴ്ചകൾ കാണുന്നു, യാത്രകൾ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാവുന്നതും നമുക്കറിയാത്തതുമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ നമ്മളിൽ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളൊരു റിഫൈൻഡ് ആയിക്കൊണ്ടിരിക്കും. എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ ഒരു അഭിനയം നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ആസ് എൻ ആക്ടർ നമ്മൾ റിഫൈൻഡ് ആവും. അതുപോലെ ജീവിതം നമ്മൾ നിരന്തരമായിട്ട് ജീവിക്കുന്ന സമയത്ത് നമ്മളൊരു ബെറ്റർ ഹ്യൂമൻ ബീയിങ്ങും കൂടെ ആവുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏറം ഗുഡീസ് ഒക്കെ ഉണ്ടോ? ഇതിപ്പോ ഇന്ന് എനിക്ക് തന്നതാണ്. ഞാൻ നോക്കിയപ്പോ ഇന്ന് ആദ്യത്തെ പ്രൊമോഷന്റെ ദിവസമൊക്കെ ആയതുകൊണ്ട് എന്റെ ഫ്രണ്ട് വയറെടുക്കായിരുന്നു. ഇപ്പം 3 ക്യാരക്ടേഴ്സ് പറഞ്ഞു, ട്രിപ്പിൾ റോളാണ് ടൊവിനോയ്ക്ക്. അപ്പം മണിയൻ 1900-കളിലാണ്, 1900. മണിയൻ 1950s, 1950, 1945 to 50. കുഞ്ഞിക്കേളുമാണ് അതിന് മുന്നേ. കുഞ്ഞിക്കേളുമാണ്. ഓക്കെ, കുഞ്ഞിക്കേളു 1900-ല്, അല്ലെങ്കിൽ ലേറ്റ് 1800s ഒക്കെ. ഓക്കെ, മണിയൻ 1950-ല്, അത് കഴിഞ്ഞിട്ട് അജയൻ 1990s. ഓക്കെ, അപ്പൊ ഈ ഓരോ ക്യാരക്ടറിന് ടൊവിനോ എങ്ങനെ പ്രിപ്പയർ ചെയ്തെന്ന് പറയണം. കുഞ്ഞിക്കേളിൽ തുടങ്ങാം നമുക്ക്. നമ്മൾ ഈ ക്യാരക്ടേഴ്സിനെ എല്ലാം കൂടുതലും മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പ്രധാനമായിട്ടും. പിന്നെ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് നമ്മളുടെ ആദിശക്തിയിലെ വിനയ് സാറും ആയിട്ട് നമ്മൾ ഇരുന്നു, നമ്മൾ ഒരുമിച്ച് സ്ക്രിപ്റ്റ് വായിച്ചു, ഡിസ്കസ് ചെയ്തു, നോട്ട്സ് എടുത്തു. അപ്പോൾ ആദ്യം ഷൂട്ട് ചെയ്തത് മണിയനാണ്, രണ്ടാമത് ഷൂട്ട് ചെയ്തത് അജയനാണ്, മൂന്നാമതാണ് കുഞ്ഞിക്കളു ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ കൃത്യമായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ച് ലുക്ക് ഇങ്ങനെ ആയിരിക്കണം, നടപ്പ് എങ്ങനെ ആയിരിക്കണം, നിൽപ്പ് എങ്ങനെ ആയിരിക്കണം, നോട്ടം എങ്ങനെ ആയിരിക്കണം, ശബ്ദം എങ്ങനെ ആയിരിക്കണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിരുന്നു. ആ നോട്ട് ചെയ്ത് വെച്ച് നമ്മൾ ഓൺ ലൊക്കേഷൻ നമുക്ക് പിന്നെയും ഇംപ്രവൈസ് ചെയ്യാം. കാര്യം നമ്മൾ ചിലപ്പോൾ നമ്മളീ പഠിച്ചു വെച്ചേക്കുന്ന സാധനങ്ങൾ, നോട്ട്സ് എടുത്ത് വെച്ചേക്കുന്ന സാധനങ്ങൾ നമ്മളൊരു ഹോട്ടൽ റൂമിനകത്തിരുന്നോ ഒക്കെ ആയിരിക്കും നമ്മളത് ചെയ്തിട്ടുണ്ടാവുക. ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് വേറൊരു സ്ഥലമാണ്, ആക്ച്വൽ സ്ഥലമാണ്. അവിടെ ആർട്ട് ഡയറക്ടർ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഡയറക്ടർ മനസ്സിൽ എന്തൊക്കെ കണ്ടിട്ടുണ്ടോ, അങ്ങനെയുള്ള എല്ലാം നമ്മൾ റൈറ്ററും ആയിട്ട് ഇരുന്ന് അത് അദ്ദേഹം എഴുതിയത് മാത്രം വെച്ചിട്ടില്ല നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അവിടെ ഓൺ ദ സെറ്റ്സ് നമുക്ക് ഇംപ്രവൈസ് ചെയ്യാൻ പറ്റും, സ്പേസ് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 ക്യാരക്ടേഴ്സും, ഒന്ന് കുഞ്ഞിക്കേളും എനിക്ക് തോന്നുന്നൊരു ദേവഗണം എന്നൊക്കെയാണ് അയാളെ വിശേഷിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അസുരഗണം എന്നാണ് മണിയനെ വിശേഷിപ്പിക്കുന്നത്. ഈ സിനിമ വിശേഷിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു മുത്തശ്ശി കഥ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ആ മുത്തശ്ശി കൊച്ചുങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നതിൽ ദേവഗണവും അസുരഗണവും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അജയൻ മനുഷ്യഗണമാണ്, ദേവനുമല്ല അസുരനുമല്ല, മനുഷ്യനാണ് എന്നുള്ള പോലെ ഇങ്ങനത്തെ ഒരു സെപ്പറേഷനുണ്ട്. പിന്നെ അത് നോക്കുമ്പോൾ ടെക്നിക്കലായിട്ട് പോകുമ്പോൾ ഒരാൾ വീരമാണ് കുഞ്ഞിക്കള്ളുവിന്, മണിയന് രൗദ്രമാണ്, പിന്നെ കരുണമാണ് അജയൻ. പക്ഷെ ഇത് അതെന്ന് പറഞ്ഞിട്ട് ഫുൾ ടൈം അതായിരിക്കണം എന്നല്ല, ഇതൊരു ബേസ് വികാരം അതായിരിക്കും. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഇതിൻ്റെ പല കോമ്പിനേഷൻസ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ബേസ് കരുണമായിരിക്കുമ്പോഴും അയാൾക്ക് രൗദ്രവും വീരവും ഒക്കെ വരാം, പക്ഷെ ബേസ് കരുണായിരിക്കുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ക്യാരക്ടേഴ്സിനെ ഇൻ ഡീറ്റെയിൽ നമ്മൾ ചർച്ചയൊക്കെ ചെയ്ത് പിടിച്ചേക്കണം. ഓക്കെ, ഈ ഓരോ ക്യാരക്ടറിനും പല സ്പ്രേസ് ഉപയോഗിക്കുന്ന ടൊവിനോ ഈ 3 ക്യാരക്ടറും മാറി നിൽക്കാൻ 3 സ്പ്രേസ് ഉപയോഗിച്ചായിരുന്നു. ഉണ്ടായിരുന്നു, അത് എപ്പോഴും ഉള്ളതാണ്. ഒരു ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് ഒരു പെർഫ്യൂം. അല്ല, ഈ 3 ക്യാരക്ടർ ഒരേ സിനിമയിലാണല്ലോ. അപ്പൊ അജയന് ഒരു പെർഫ്യൂം, കേളുവിന് ഞാൻ ക്രീഡിന്റെ അവെന്റസ് എന്ന് പറയുന്ന ഒരു പെർഫ്യൂമാണ്. പിന്നെ മണിയന് ഞാൻ ഒരു കാൽവിൻ ക്ലൈൻ്റെ യൂഫോറിയ. ഞാനിതിങ്ങനെ എൻ്റെ കയ്യിലുള്ള പെർഫ്യൂംസൊക്കെ ഇങ്ങനെ ഞാൻ ഇപ്പോൾ അതൊക്കെ ഇവിടെ നമ്മുടെ കയ്യിലിങ്ങനെ സ്പ്രേ ചെയ്തിട്ട് ഞാനതിങ്ങനെ സ്മെല്ല് ചെയ്തിട്ട് ഞാനാണ് ഇങ്ങനെ തീരുമാനിക്കുന്നത്. എനിക്ക് ഈ മണം എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാ എനിക്ക് ചിന്തിക്കാൻ പറ്റുക എന്നുള്ള അങ്ങനെ ആണ്. അതുപോലെ ഡോൾച്ചെ & ഗബാനയുടെ കിങ് എന്ന് പറഞ്ഞിട്ട് അജയന് ഇത് 3 പിന്നെ എനിക്ക് പൊതുവെ ഭയങ്കര ഇഷ്ടമാണ് പെർഫ്യൂംസൊക്കെ. അപ്പോൾ അത് കൂടുതൽ പെർഫ്യൂം പിന്നെ മിക്കവാറും ഞാൻ ഉപയോഗിച്ചിട്ടുള്ള പെർഫ്യൂംസ് ഒക്കെ എനിക്ക് പെട്ടെന്ന് കിട്ടാറുണ്ട്. ബേസിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ കഴിഞ്ഞ ദിവസം,
ബേസിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ ഇതില്. അതെ അതെ. അപ്പോൾ പക്ഷെ ഇതൊരു ടൊവിനോ ഷോയാണ്, ടൊവി ഷോയാണ് എന്ന് പറഞ്ഞു ബേസിൽ. അവന്റെ സ്നേഹം കൊണ്ട് പറയണാണ്, അവനൊക്കെ അതിനിടയിൽ ഷോറൊക്കെ ഇട്ട് പോയിട്ടുണ്ട്. അത് 3 ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ എന്നെ നിങ്ങൾ അത്രയും കൂടുതൽ കാണേണ്ടി വരും സിനിമയിൽ സ്വാഭാവികമായിട്ടും. അല്ലാതെ അങ്ങനെ സിനിമയിൽ കുറേ നല്ല ക്യാരക്ടേഴ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ കഥ തന്നെയാണ്. കുറേ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള മിത്തുകളും പിന്നെ അതിൽ ഭാവനയും ചെറിയ മാജിക്കൽ റിയലിസവും എല്ലാം ഉണ്ട്. പിന്നെ നമ്മുടെ നാടൻ പരിപാടികളും എല്ലാം ഉണ്ട്. 2017 ജിതിൻ കഥയായിട്ട് വരുമ്പോൾ അന്ന് ചെറിയ സിനിമ ആയിട്ടാണ് കൺസീവ് ചെയ്തതെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ. പിന്നെ ഇതിങ്ങനെ വലുതാവുമായിരുന്നു സിനിമ. അതിൻ്റെ ആശയപരമായിട്ട് വരെ എനിക്ക് തോന്നുന്നു പോസ്റ്റ് പ്രൊഡക്ഷനിൽ വരെ വലുതായിട്ടുണ്ടാവാം. ഓക്കെ. തുടക്കം മുതൽ നമ്മൾ ഇതിനെങ്ങനെ ഓരോ ഡ്രാഫ്റ്റ് ഇവർ എൻ്റെ അടുത്ത് നറേറ്റ് ചെയ്യുമ്പോഴും ഷൂട്ടിന് മുമ്പ് ഞങ്ങളായിട്ട് ഒരുമിച്ചിരുന്ന് വായിക്കുമ്പോഴും അപ്പോൾ എനിക്കിഷ്ടമാണ് എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുമ്പോൾ സ്ക്രിപ്റ്റ് വായിക്കാൻ, ഉറക്കെ വായിക്കാൻ, ലൈൻസൊക്കെ പറഞ്ഞു. ഞാനത് ഇവരോട് പറയാണ് ഞാൻ ഇങ്ങനെയായിരിക്കും പറയാൻ പോകുന്നത് എന്നിട്ട് ഞാൻ ഓരോ ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും ഡയലോഗ്സ് ഞാൻ ആ മോഡുലേഷനിൽ ഇവരോട് വായിച്ച് പറഞ്ഞ് കൊടുക്കുമ്പോൾ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്തും പെട്ടെന്ന് നമ്മളെല്ലാവരും കൂടെ ബ്രെയിൻ സ്റ്റോം ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ ആഡ് ഓൺസ് ഉണ്ടാവും. അപ്പോൾ ഈ സിനിമ നമ്മൾ ഒറ്റ നോട്ടത്തിൽ പ്രത്യക്ഷത്തിൽ ഇതൊരു ഗ്രാമം, അവിടെ ഉത്സവം അങ്ങനെയൊക്കെ പോകുന്നൊരു സിനിമയാണ്. പക്ഷെ അതിനല്ലാത്ത ലെയേഴ്സ് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. 3 തലമുറകളുടെ കഥ പറയുന്നു, ചെറിയ ഫാൻറ്റസി മാജിക്കൽ റിയലിസം പരിപാടികളുണ്ട്. സിമ്പിളാണ് കഥ, പക്ഷേ ആൾക്കാർക്ക് മനസ്സിലാക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടുള്ള കഥയൊന്നും ആയിരിക്കില്ല. നോൺ ലീനിയറിലായിരിക്കും കഥ പറയുന്നത്, പക്ഷെ അത് സിമ്പിൾ കഥയാണ്, ആൾക്കാർക്ക് മനസ്സിലാവുന്ന. വിഷ്വലിയൊക്കെ നല്ല കാര്യം. നമ്മളെ ഷൂട്ട് ചെയ്യാനായിട്ട് കിട്ടിയ സ്ഥലവും അവിടെ നിന്ന് പിന്നെ നമ്മൾ ഈ CGIയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങളുണ്ട്, വിഷ്വൽ എഫക്ട്സിൽ ആഡ് ചെയ്തിട്ടുള്ള സാധനങ്ങളുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഈ സിനിമ നിങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ നിങ്ങൾക്ക് ആസ്വദിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അത് 3D തന്നെ കാണണം. കാര്യം 3D ഈ സിനിമയ്ക്ക് എന്തുകൊണ്ട് നമ്മൾ ചെയ്തു എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള കാരണവും ഉണ്ട് കേട്ടോ. 3D ആക്കാൻ ആദ്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആദ്യമേ ആഗ്രഹം ഉണ്ടായിരുന്നു. ഷൂട്ടിങ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഉറപ്പിച്ചിരുന്നു 3D ആയിരിക്കും സിനിമ എന്നുള്ള. എന്നുവെച്ചാൽ നമുക്ക് ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് തൊട്ടുമ്പോൾ നമുക്ക് അതിൻ്റെ കോസ്റ്റ് മാത്രമേ നമുക്കൊരു അഡീഷണൽ വരുന്ന കോസ്റ്റ് മാത്രമേ നമ്മളെ അതിൽ നിന്ന് 3D വേണോ വേണമെന്ന് ചിന്തിപ്പിച്ചിരുന്നുള്ളൂ. സിനിമയുടെ കഥ പറയാനായിട്ട് 3D ഈ സിനിമയ്ക്ക് നമുക്ക് ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്ന് നമുക്ക് ആദ്യമേ തോന്നിയിരുന്നു. കാര്യം ഇതിനകത്ത് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് ആൾക്കാർക്ക് 3Dയിൽ കണ്ടാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാവുന്ന. പിന്നെ അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഈ കഥ ഒരു ചിയോദിക്കാവ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ആണ് കഥ നടക്കുന്നത്. മുഴുവൻ കഥയും ഓൾമോസ്റ്റ് 90% നടക്കുന്നത് ഈ ഗ്രാമത്തിലാണ്. അപ്പോൾ ആ ഗ്രാമത്തിൻ്റെ ചുറ്റുവട്ടത്തിലുള്ള ഒരു വെള്ളച്ചാട്ടം, തുരുത്ത്, അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്ന ആ സ്ഥലം, അതിലേക്ക് ആൾക്കാർ ഇന്നാവാനും. ഇപ്പം ആക്ഷൻ രംഗങ്ങളിൽ മാത്രമല്ലല്ലോ 3D, നമ്മളൊരു വളരെ ഇമോഷണൽ ഒരു സീനാണെങ്കിൽ പോലും നമ്മൾ ആ 3 ഡയമെൻഷനും നമുക്ക് കാണാൻ കിട്ടുകയാണ്. അപ്പോൾ നമ്മളൊരു 2Dയിൽ കാണുന്നതിനേക്കാളും കുറച്ചും കൂടെ പ്രേക്ഷകർക്ക് ഇൻവോൾവ് ആയിട്ട് ഈ സിനിമ കാണാൻ പറ്റും. അതിപ്പോൾ ദേഹത്തേക്കോ മുഖത്തേക്കോ എന്തെങ്കിലും തെറിച്ച് വരുന്ന പോലത്തെ, അല്ലെങ്കിൽ അത് മാത്രമല്ലാതെ ഒപ്പം ഈ നല്ലൊരു തിയേറ്ററിൽ നല്ല 3Dയിൽ ഇത് കാണുന്ന സമയത്ത് ആക്ച്വലി നമുക്കൊരു അവിടെ ആ സ്ഥലത്ത് നിന്ന് അത് കാണുന്നതിൻ്റെ ചെറിയൊരു വേർഷൻ കിട്ടുമല്ലോ. 3Dയിൽ ആസ് എൻ ആക്ടർ അഭിനയിക്കുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? അല്ല, ഞാൻ പോസ്റ്റ് പ്രൊഡക്ഷനിലെ 3D ആണ്, അല്ലാതെ 3D ക്യാമറയിൽ ഞാൻ ഇതുവരെ ഷൂട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്കത് അറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് 3D ഔട്ടിൽ വരുന്നൊരു സിനിമയാണിത് എൻ്റെ. അതിലെനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് നമുക്ക് കുറേ ഗൈഡ് ലൈൻസ് ഉണ്ടായിരുന്നു. പോസ്റ്റ് പ്രൊഡക്ഷനിലാണെങ്കിൽ പോലും നമുക്ക് വെറുതെ ഒരു പടം എന്നാൽ 3D ആക്കാം എന്നുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴേ അങ്ങനെ അതിനനുസരിച്ച് ലൈറ്റപ്പ് ചെയ്ത് അതിനനുസരിച്ച് ഷോട്ടുകൾ വെച്ചിട്ട് ജോമോൻ ചേട്ടൻ ഇത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതിനനുസരിച്ച് തന്നെയാണ് ഷോട്ടുകൾ ജിതിൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിനനുസരിച്ചുള്ള എഴുത്തിൽ സ്ക്രിപ്റ്റിൽ അത് സുഹിത്തേട്ടനും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എനിക്കും പെർഫോം ചെയ്യുന്ന സമയത്ത് ടുവേർഡ്സ് ക്യാമറ ഒരു സാധനം വരണമെങ്കിൽ അത് ആ ടൈമിംഗ് അനുസരിച്ച് ഞാനും ചെയ്യണമായിരുന്നു. സൂപ്പർ. മാസ്റ്റർ തീഫ്, മാസ്റ്റർ കള്ളനാണ്, മാസ്റ്റർ മോഷ്ടാവാണ് മണിയൻ. അപ്പോൾ നമ്മൾ ഒരു സ്പെഷ്യൽ റൗണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ടോവിനോയ്ക്ക് വേണ്ടിയിട്ട്. ഞാൻ ഈ പറയുന്ന ആൾക്കാരിൽ നിന്ന് ടോവിനോ എന്ത് മോഷ്ടിക്കും? ബേസിൽ തുടങ്ങാം. അവൻ്റെ ചിരി അതാർക്കും കിട്ടാത്തൊരു ചിരിയാണല്ലേ? അവൻ്റെ മോഷ്ടിക്കാനായിട്ട് തൽക്കാലം ചിരി മോഷ്ടിക്കാം. ഓക്കെ.
ഓക്കെ. അടുത്ത് പൃഥ്വിരാജ്, രാജേട്ടൻ. കുറച്ചധികം സാധനങ്ങൾ എടുക്കാനുണ്ട്. ഒരു വലിയ കൊട്ടയമായിട്ട് വരുന്നത് പ്രധാനമായിട്ടും പുള്ളിയുടെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ, ഓർമ്മശക്തി, വിഷൻ ഒക്കെ അടിപൊളിയാണ്. വിഷൻ ഷെയർ ചെയ്യാറുണ്ട്. ഇത് പക്ഷേ ഞാൻ തമാശയായിട്ട് പറഞ്ഞല്ലോ, വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. ബേസിൽ ഞാൻ തമാശയായിട്ട് പറഞ്ഞതാണ് ചിരി എന്നുള്ളത്. അവന് ചിരി ഭയങ്കര രസമാണ്. സീരിയസ് ആയിട്ട് അടിച്ചു മാറ്റാണ് എന്ത് പറ്റും. അവന്റെ ബുദ്ധി, അവന്റെ കുരുട്ടുബുദ്ധി അത് സീരിയസ് ആയിട്ട് കിട്ടിയതായിരുന്നല്ല. അതായത് ആ കുരുട്ടുബുദ്ധി ഞാൻ പറയണതെന്ന് വെച്ചാല് ആ കുരുട്ടുബുദ്ധി ഒരു മേക്കർക്ക് വേണം. അല്ലാതെ എല്ലാവരും ചിന്തിക്കാത്ത ഒരു കാര്യം ഇവൻ ചിന്തിച്ചില്ലേ, ഒരു നാടൻ സൂപ്പർ ഹീറോ ഉണ്ടാക്കണമെന്ന് ചിന്തിക്കുകയും അതവൻ എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തില്ലേ. ആ ബുദ്ധി അടിപൊളിയാണ്. സൂപ്പർ. അപ്പം രാജേട്ടന്റെ ഇനിയുണ്ട് ലിസ്റ്റ് അങ്ങനെ പോകും. വിഷൻ ഷെയർ ചെയ്തിട്ടുണ്ട് പുള്ളി. വിഷൻ ഉറപ്പായിട്ടും ഞങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷൻസിൽ അങ്ങനെ സംസാരങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ സംസാരത്തിൽ എനിക്ക് കുറെ ഇൻസ്പയർഡ് ആയിട്ടുണ്ട് ഞാൻ. പുള്ളി മലയാളത്തിൽ നിന്നുകൊണ്ട് പുറത്തു പോയി സിനിമകൾ ചെയ്യാനും വലുതായി ചിന്തിക്കാനും ഒക്കെ പുള്ളി അത് തന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. എങ്ങനെ നമുക്ക് മലയാളത്തിൽ നിന്നുകൊണ്ട് പുറത്തേക്ക് കാണുന്ന വലിയ സിനിമകൾ ചെയ്യാം എന്നൊക്കെ ചിന്തിച്ചിട്ടുള്ളത് പുള്ളിയുടെ സംസാരത്തിൽ നിന്ന് ഒക്കെ തന്നെയാണ്. അപ്പൊ ഇത് എല്ലായിടത്തും റിലീസ് ആവുന്നുണ്ട്, ഒരു പാൻ ഇന്ത്യൻ സിനിമ എല്ലായിടത്തും റിലീസ് ആവുന്നുണ്ട്. അപ്പം ഈ വിഷൻ രാജേട്ടൻ ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും. അപ്പം ഇപ്പൊ ജിതിനെയും രാജുവേട്ടന് നന്നായിട്ട് അറിയാം. കാര്യം ജിതിൻ മൊയ്തീനിലുണ്ടായിരുന്നതാണ്. സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ജിതിൻ രാജുവേട്ടന് അടുത്ത് പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങുന്നത്. അതൊക്കെ തീർച്ചയായിട്ടും ഉണ്ട്. ജിതിൻ കാരവാൻ കണ്ടിരുന്നിട്ടുണ്ട് എന്ന് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതായത് രാജേട്ടൻ വരുമ്പോൾ ആരാധനയോടെ പുള്ളിയുടെ കാരവാൻ നോക്കിയിരുന്നിട്ടുണ്ട്. അതേ കാരവാനിലിരുന്ന് ജിതിന്റെ ഈ അജയന്റെ രണ്ടാം മോഷണം പടത്തിന്റെ സീൻസ് കാണിച്ചു കൊടുക്കുന്നുണ്ട് രാജേട്ടന്. അപ്പോൾ നിങ്ങൾ ഒരേ വിഷൻ ഷെയർ ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പോൾ. അങ്ങനെ പറയാൻ പറ്റില്ല. പുള്ളിയുടെ വിഷൻ കുറച്ചും കൂടെ വലുതായിരിക്കും. എനിക്ക് പറഞ്ഞ പോലെ എന്റെ വിഷനേക്കാൾ ഞാൻ കുറച്ചും കൂടെ സ്പോണ്ടേനിയസ് ആണ്. അങ്ങനത്തെ എന്റെ വിഷനും ചിലപ്പോൾ അങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് എനിക്ക് പെട്ടെന്ന് വലിയൊരു വിഷൻ വരും. ചിലപ്പോൾ ഒരു വിഷനും ഇല്ലാതെ ഹാപ്പി ആയിട്ടിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാവും. അടുത്ത മഞ്ജു വാര്യർ, എന്തടിച്ചു മാറ്റും? മഞ്ജു ചേച്ചിയിൽ ഡാൻസ് മോഷ്ടിക്കുന്നതിൽ അർത്ഥമില്ല. ഞാൻ ഡാൻസ് കളിക്കുന്നില്ല. മഞ്ജു ചേച്ചി ഭയങ്കര സ്വീറ്റാണ്. എനിക്ക് ഈ പറഞ്ഞ പോലെ എന്താ മോഷ്ടിക്കുക, BMW ബൈക്ക് അടിച്ചു മാറ്റും. അതെ, നല്ല ഐഡിയ ആണത്. അത് മോഷ്ടിക്കാം. വിത്ത് ഹെൽമെറ്റ് ആൻഡ് ജാക്കറ്റ് അടിച്ചു മാറ്റാവുന്നതാണ്. നിങ്ങൾ റൈഡ് പോയിട്ടുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ ഭയങ്കര റൈഡിന്റെ ഉണ്ടല്ലോ ഒരു ഉണ്ട്. പക്ഷെ എനിക്കിപ്പോ പണ്ടത്തെ പോലെ ഒന്നും അങ്ങനെ ബൈക്ക് ഓടിച്ച് നടക്കാനായിട്ട് എന്തോ കുറച്ചും കൂടെ ഒരു സേഫ്റ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു തുടങ്ങി. പ്രായമാവുന്നതിന്റെ ആയിരിക്കും. പക്ഷെ എനിക്ക് ബൈക്ക് ഓടിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ പണ്ടത്തെ അത്രയും ഈ ട്രാഫിക്കിലൊക്കെ അങ്ങനെ ഓടിച്ചു ചെന്ന് നിൽക്കുമ്പോൾ പെട്ടെന്ന് ആരെങ്കിലും ഐഡന്റിഫൈ ചെയ്താൽ പിന്നെ അങ്ങോട്ട് നാട്ടുകാരെയും ശല്യപ്പെടുത്തി എനിക്കും ശല്യമായിട്ട് അങ്ങനെയൊക്കെ പഠിക്കും ബൈക്കിൽ പോകേണ്ടി വരിക. അടുത്ത മമ്മൂക്കയിൽ നിന്ന് എന്ത് കംപ്ലീറ്റ് കാർ അല്ല, മമ്മൂക്കയുടെ തമാശയായിട്ട് പറയുകയാണെങ്കിൽ കാറും വീടും പൈസ എന്നൊക്കെ പറയാം. പക്ഷെ മമ്മൂക്കയുടെ ഇന്റലിജൻസ് ഭയങ്കര ഇന്റലിജന്റ് ആണ്. ഓരോ സമയത്തും ഇൻഡസ്ട്രിക്ക് മാറുന്നതിനനുസരിച്ച് മാറാനും ചോയ്സസ് മാറ്റാനും ഒക്കെയുള്ള അത് ഭയങ്കര അടിപൊളിയാണ് ഇന്റലിജൻസ്. ലാലേട്ടൻ്റെ ആ ചാം, ആ കരിസ്മ, പിന്നെ ഓഫ് കോഴ്സ് അഭിനയം, പിന്നെ കാര്യങ്ങളെ പുള്ളി നോക്കിക്കാണുന്ന ഒരു രീതി, അത്രയും ഒരു കാംനെസ്, അതൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര സ്ട്രെങ്ത് ആണ് ആ കാംനെസ്. അതുണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അടുത്ത DQ, ദുൽഖറിൻ്റെ എന്തടിച്ച് മാറ്റും? തമാശക്കും സീരിയസ് ആയിട്ടും എന്തടിച്ച് മാറ്റും? അതായത് തീർച്ചയായിട്ടും അതായത് ഇത്രയും വലിയ ഞാൻ പരിചയപ്പെടുമ്പോഴത്തെ കാര്യം തൊട്ടാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതായത് ഇത്രയും വലിയ സൂപ്പർ സ്റ്റാറിൻ്റെ അല്ലെങ്കിൽ മെഗാ സ്റ്റാറിൻ്റെ മകനായിട്ട് നിന്നിട്ടും പുള്ളി അന്നത്തെ പോലെ തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ ഉള്ള, അതായത് ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അതേ വാംത്തുണ്ട്. ഇൻഡസ്ട്രിയിൽ എന്ത് സംഭവിക്കുന്നു, സിനിമകൾ ഞങ്ങൾ രണ്ടുപേരും കുറേ സിനിമകൾ ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും അന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള അതേ ഒരു വാംത്ത് എനിക്ക് ഇപ്പോഴും ഞങ്ങൾ സംസാരിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നപ്പോൾ എന്താണ് അതിൻ്റെ പറയാ, സ്വഭാവം അതായിരിക്കും മോഡസ്റ്റി, ഹ്യൂമിലിറ്റി എന്നൊക്കെ പറയണം. അതൊക്കെ
അടിച്ചു മാറ്റാവുന്നതാണ്. കാര്യം എന്താ വെച്ചാൽ ആൾക്കാർ മാറുന്നില്ല എന്ന് പറയുന്നത് ഭയങ്കര നല്ലതല്ലേ, എന്നുവെച്ചാൽ ഇൻ എ ഗുഡ് വേ. ഫാദിന്റെ എന്താ അടിച്ചു മാറ്റാം? കണ്ണടിച്ചു മാറ്റി. ഇത് പലരും പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനത്തെ കണ്ണ്, അങ്ങനത്തെ നല്ല കണ്ണുണ്ടാവുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പുള്ളിയുടെ പ്ലസ്. എൻ്റെ കണ്ണ് അങ്ങനെ അത്ര വലിയ കണ്ണൊന്നുമില്ല, പക്ഷെ ഉള്ളത് വെച്ച് എന്തൊക്കെ ചെയ്യാം എന്നുള്ള പരിപാടിയിലാണ്. ഫാദിന്റെ കണ്ണിലെ ആക്ടിങ് സംസാരിച്ചിട്ടുണ്ടോ നിങ്ങൾ നേരിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്നതാണ് അറിഞ്ഞുകൊണ്ട്? ഓഫ് കോഴ്സ് ആയിരിക്കുമല്ലോ. അത് ശരിക്കും നമ്മുടെ കണ്ണിലൂടെയാണല്ലോ നമ്മൾ ശരിക്കും ഏറ്റവും കൂടുതൽ എക്സ്പ്രസ് ചെയ്ത്. അത് വലിയ കണ്ണാവണം ചെറിയ കണ്ണാവണമെന്നൊന്നുമില്ല, പക്ഷെ വലിയ കണ്ണും നല്ല ഇൻറ്റൻസ് ആയിട്ടുള്ള കണ്ണുകൾ ഫ്രെയിമിൽ കാണാൻ നല്ല ഭയങ്കര അടിപൊളിയാണ്. നമുക്ക് ഈസിലി കമ്മ്യൂണിക്കേറ്റഡ് ആവും. അതായത് ഒരു 75 ഇഞ്ചിൻ്റെ സ്ക്രീനിൽ സിനിമ കാണുന്നതും മൊബൈലിൽ കാണുന്നതും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവും. കൂടുതൽ ഈസിലി കമ്മ്യൂണിക്കേറ്റഡ് ആവും വലിയ കണ്ണും ചെറിയ കണ്ണാവും. ചെറിയ കണ്ണ് വെച്ചിട്ട് കുറേ പരിപാടികൾ പിടിക്കാം കേട്ടോ, അതൊക്കെ പിടിക്കാൻ പറ്റും. പക്ഷെ ആ കണ്ണ് അതിൻ്റെ വലിപ്പം മാത്രമല്ല, അതിൻ്റെ പവർഫുള്ളാണ് ആ കണ്ണുകൾ. അത് അടിപൊളിയാണ്. ഞാനിപ്പോൾ വീട്ടിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുറച്ച് നാളായിട്ട് ഞങ്ങൾ വെക്കേഷന് പോയ സമയത്ത് 2 പിള്ളേരും തലകും വിലകും നിന്നിട്ട് രംഗണ്ണനെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നിട്ട് ജപ്പാനിലുള്ള സമയത്ത് ഞാൻ എന്നിട്ട് വിളിച്ചിട്ട് അന്ന് കിട്ടിയില്ല. അപ്പൊ ഞാനൊരു വീഡിയോ റെക്കോർഡ് ചെയ്ത് അയച്ചു. 2 രംഗണ്ണൻ ഫാൻസ് ഉണ്ട്. അപ്പൊ പുള്ളി തിരിച്ചൊരു വീഡിയോ റെക്കോർഡ് ചെയ്ത് അയച്ചു തന്നു. എടാ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അത് കാണിച്ചിട്ട് ഇതെന്ന് വെച്ചാല് എനിക്ക് ഒരു സിനിമ നടന്നുള്ള കൺസിഡറേഷനും എൻ്റെ വീട്ടിൽ കിട്ടൂലല്ലോ. ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും സിനിമ നടന്മാരാ. എനിക്കൊരു രീതിയിലും ആ വീട്ടിലത് കിട്ടൂല. എല്ലാ മക്കളും ബാക്കി എല്ലാവരും ഫാൻസാണ്, എൻ്റെ ഫാനല്ലല്ലോ. അങ്ങനെയല്ലല്ലോ അവരെന്നെ കാണുന്നത്. അങ്ങനെ ആവില്ലല്ലോ. അപ്പൊ ഇത് ആവേശം കണ്ടിട്ട് കുറച്ച് നാള് ഇത് ഫാൻസാണ്. പിന്നെ അതിങ്ങനെ ഇത് ഭയങ്കര അതിനകത്തുള്ള പരിപാടികളും എടാ മോനെ ഇതിങ്ങനെ വീണ്ടും വീണ്ടും പറയുന്ന കേൾക്കാം ഇവര്. അപ്പൊ ഞാനും ഇങ്ങനെ ഇടയ്ക്ക് ചോദിക്കും, ടൂറൊക്കെ പോയി എൻ്റെ ഇടയ്ക്ക് ഞാൻ മക്കളെ ഹാപ്പി അല്ലേ? ഒരു ഹാപ്പിയാണ്. ബിബിമോ ഹാപ്പിയാണോ എങ്ങനെ ചോദിക്കും. അടിപൊളി. ജതിൻ രാംദാസ് L2 വീണ്ടും പ്രസംഗിക്കുവോ? അത് നിങ്ങൾക്ക് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. അത് ഞാൻ പ്രസംഗിച്ച ആൾക്കറിയാലോ, എന്നാലും പ്രസംഗിക്കുമല്ലോ. ഇല്ല അത് അത് വെയിറ്റ് ചെയ്യൂ. ആ ഒരു സിനിമയ്ക്ക് മാത്രമല്ലേ അത് ചോദിക്കുന്നുള്ളൂ. ലൂസിഫറിന് അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് കണ്ടപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നില്ലേ? എമ്പുരാനും അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് കാണും, നല്ല രസം ഉണ്ടാവും. ശരി, ഓക്കെ. അജയന്റെ 2ാം മോഷണം ആണ് പടം. അജയന്റെ 1ാം മോഷണം അങ്ങനെയാണ്, എന്താണ്? അതും സിനിമയിലുണ്ട്. ഇത് ഭയങ്കര, ഞാൻ പറഞ്ഞില്ലേ, വളരെ സിമ്പിൾ കഥയാണ്. ഇതിനകത്ത് അങ്ങനെ ഡീകോഡ് ചെയ്തെടുക്കാനൊന്നുമില്ല. പക്ഷെ അതിനകത്ത് കുറേ സാധ്യതകളുണ്ട്. അതെല്ലാം നമ്മൾ ടാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അജയൻ്റെ 1ാം മോഷണവും 2ാം മോഷണവും ഒക്കെ സിനിമയിലുണ്ടാവും. പക്ഷെ അതിനേക്കാൾ അതിൻ്റെ ഒരു കഥയുണ്ട്. ഒരു 3 തലമുറകളുടെ കഥയുണ്ട് കുറേ ഉണ്ട്. കഥ നല്ല കഥയുണ്ട്. സിമ്പിളാണെങ്കിൽ പോലും ഒരു വലിയ കഥയുണ്ട്. അപ്പോൾ അത് മാജിക്കൽ റിയലിസം ആവാം, സയൻസ് ഫിക്ഷൻ ആവാം, അങ്ങനെ കുറേ സ്കോപ്പുകളുള്ളൊരു സിനിമയാണിത്. ജിതിൻ ഫസ്റ്റ് ടൈം ഡെബ്യൂ ഡയറക്ടറാണ്. അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പടങ്ങൾ. പക്ഷെ ഇത് ഡെബ്യൂ ബേസിൽ പറഞ്ഞു, ഞാൻ എൻ്റെ ആദ്യത്തെ പടം സിമ്പിൾ ചെറിയ പടമായിട്ടാണ് എടുക്കാൻ തീരുമാനിച്ചത്. പക്ഷെ ഇത് ഇത്രയും ഒരു സ്കെയിലിൽ ചെയ്യാൻ തീരുമാനിച്ച ജതിന് സത്യം പറഞ്ഞാൽ ജിതിന് കൈയടിക്കണം നമ്മൾ. ജിതിൻ്റെ കോൺഫിഡൻസ് എന്തായിരുന്നു? നിങ്ങൾ തമ്മിലുള്ള റാപ്പോല് ടോവിനൊക്കെ മനസ്സിലാവുമല്ലോ. ജിതിന് ഞാൻ തമ്മിൽ നല്ല സൗഹൃദം ഉണ്ടായിരുന്നു. നമ്മൾ ഈ സിനിമ ചെയ്യുന്ന കാര്യം തീരുമാനിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് ഇതിന് വേണ്ടി എടുക്കുന്നൊരു സമയം കുറച്ച് കൂടുതൽ എടുക്കുന്ന സമയപ്പത്തേക്ക് ഞാൻ അവനോട് പറഞ്ഞിട്ട്, നീ വേണമെങ്കിൽ വേറൊരു പടം ഇതിൻ്റെ ഗ്യാപ്പിൽ ചെയ്തില്ല. കാര്യം ഞാൻ പറഞ്ഞ ഒരാൾ വെയിറ്റ് ചെയ്യുന്നു. അത് വേറെ സ്ട്രേഞ്ചർ അല്ലല്ലോ, എൻ്റെ ഫ്രണ്ടാണ്. അവൻ എനിക്കും കൂടെ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. ഞാനപ്പോൾ ഇപ്പുറത്ത് പാരലലി സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവന് വേണമെങ്കിൽ വേറെ സിനിമകൾ ചെയ്യാനുള്ള സമയമുണ്ട്. ഞാനത് പറഞ്ഞപ്പോഴത്തേക്ക് അവൻ ഇല്ല ബ്രോ, ഞാൻ ഇതിൽ തന്നെയാണ്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ആ പ്രഷർ കൂടുകയാണ് ചെയ്തത്, അല്ലാണ്ട് എനിക്ക് സമാധാനം കിട്ടുകയല്ല ചെയ്തത്. പിന്നെ പടം തീർന്നു കഴിയുമ്പോൾ അവൻ ആസ് എ ഡയറക്ടർ എന്നെ ഞെട്ടിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അവൻ ഭയങ്കരമായിട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്തിട്ടല്ല, അവൻ ഇത് പുൾ ഓഫ് ചെയ്തു. അവൻ ഇതിൽ ട്രസ്റ്റ് ചെയ്ത്, അവൻ ഇതിൻ്റെ ഇത്ര നാൾ ഇതിനെ ചേസ് ചെയ്ത ദിവസങ്ങളിൽ കുറേ നാൾ ഇതിൻ്റെ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വന്നെങ്കിൽ ആ വെയിറ്റ് ചെയ്തപ്പോഴൊന്നും വെറുതെ വെയിറ്റ് ചെയ്യാല്ലായിരുന്നു. ഈ സിനിമയിലേക്ക് എല്ലാ ദിവസവും ഓരോ ചെറിയ കല്ല് ഇതിൻ്റെ മുകളിലേക്ക് അവൻ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പേ ഒരു പകുതി മല കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഷൂട്ടിംഗ് തീർന്നിട്ട് ഇപ്പോൾ ഫുൾ മല അവൻ അപ്പം അത് അവൻ
പിന്നെ അവൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ അത്ര എളുപ്പമുള്ളൊരു ഷൂട്ടിംഗ് അല്ലായിരുന്നു. നമ്മൾ ആഗ്രഹിച്ച പോലൊരു സിനിമ മലയാള ഇൻഡസ്ട്രിയിൽ നിന്നുകൊണ്ട് ചെയ്യാനായിട്ട് അത്ര എളുപ്പമല്ലായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതും എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും. രാവിലെ ഗുഡ് മോർണിംഗ് പറയുന്നതിന് പകരം അളിയ എന്നൊരു പുതിയ പ്രശ്നമുണ്ട്, അപ്പോൾ തിരിച്ച് നിന്റെ എന്നിട്ട് ഞാൻ എൻ്റെ പറയാം എന്ന് പറയുന്ന പോലത്തെ രീതിയിലുള്ള പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഷൂട്ട് തീർന്ന് വൈകുന്നേരങ്ങളിൽ തിരിച്ച് റൂമുകളിലേക്ക് നമ്മൾ എത്തുമ്പോഴത്തേക്കും വളരെ ഹാപ്പി ആയിട്ട് വിചാരിച്ചതിനേക്കാളും നന്നായിട്ട് ഷൂട്ട് ചെയ്ത് തീർത്തിട്ടാണ്. അപ്പം അതിൻ്റെ എക്സ്റ്റേണലി എന്ത് പ്രശ്നങ്ങൾ ആ സിനിമയ്ക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അതൊന്നും സിനിമേനെ ബാധിക്കാതിരുന്നതിൽ പ്രധാന കാരണം ഇവൻ്റെ പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല എന്ന് പറയുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ്. ഇവന് ദേഷ്യമാണോ സങ്കടമാണോ ടെൻഷനാണോ ഹാപ്പിനെസ് ആണോ എന്ന് ചിലത് നമുക്ക് മനസ്സിലാവില്ല. നമുക്ക് അവൻ അങ്ങനെ ഇരിക്കും, അവൻ എന്ത് വന്നാലും കുലുങ്ങാണ്ട് തന്നെ ഇരിക്കും. അത് ഭയങ്കര നല്ലതാണ്. അവനും കൂടെയുള്ള ടെൻഷൻ ഞാൻ അടിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു നിനക്ക് ടെൻഷൻ ഇല്ലേ? പറഞ്ഞു ഉണ്ട്, എന്നാൽ കുറച്ച് പുറത്ത് കാണിക്കും, എനിക്കൊരു സമാധാനം, ഞാൻ മാത്രമല്ലല്ലോ ടെൻഷൻ അടിക്കുന്നതെന്ന് ഞാൻ അറിയട്ടെ. ഇല്ല, പക്ഷെ അവൻ അങ്ങനെ അത് ഭയങ്കര കല്ലുപോലെ നിന്നിട്ടുണ്ട്. അവനത് 6 വർഷം കാത്തിരിക്കുകയും ചെയ്തു. എടുത്തപ്പോൾ അവൻ്റെ ബെസ്റ്റ് ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സിനിമയിലെ എല്ലാവരും അവരവരുടെ ബെസ്റ്റ് ഇതിലേക്ക് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കാര്യം ഇത് ഒരു വെറുതെ ഒരു പടം ചെയ്യുന്നതല്ല. ഒരാൾ ഇത്രയും വർഷമായിട്ട്, ഇത് മാത്രമല്ല നമ്മുടെ റൈറ്റർ സുജിത്തേട്ടനും ഇത്രയും വർഷമായിട്ട് ഇതിൻ്റെ പിന്നാലെ ഉണ്ട്. ഇതിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് പോലും മറ്റു പല പടങ്ങളിലും വർക്ക് ചെയ്യാതെ ഇതിന് വേണ്ടി തന്നെ നിന്നിട്ടുള്ള ആൾക്കാരുണ്ട് വർഷങ്ങളോളം. അവർക്കൊക്കെയാണ് കൈയടിക്കേണ്ടത്. ഉറപ്പായിട്ടും. ഓക്കെ, നമ്മൾ ടോവിനോയുടെ 50 മൂവീസ് ഹാഫ് സെഞ്ച്വറി സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ ടോവിനോയുടെ 10 years സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. അന്ന് ഓരോ പടത്തിൻ്റെയും ഡീറ്റെയിൽ, ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് സിനിമകളുടെ പേര് വെച്ചൊരു വേർഡ് പ്ലേ ആണ്. ഓക്കെ, എല്ലാ സിനിമയിലും ചില സിനിമ പറയും, അതിനെ ബേസ് ചെയ്ത് ഒരു ചോദ്യം ചോദിക്കും. ABCD ആദ്യത്തെ സിനിമയിൽ ABCD ടോവിനോ പഠിച്ചത് എവിടെ നിന്നാണ്? അല്ലെങ്കിൽ പഠിപ്പിച്ച ആളുണ്ടാവും അങ്ങനെ. അല്ല, പ്രഭുവിൻ്റെ മക്കളുടെ സെറ്റ് നല്ല സെറ്റായിരുന്നു അത്. ആ ലൊക്കേഷനിൽ അങ്ങനെ വേർതിരിവുകളും ഒന്നും ഇല്ലാതിരുന്ന കാരണം കൊണ്ട് തന്നെ നമുക്ക് സിനിമയ്ക്ക് ഉള്ളിൽ നിന്ന്, എനിക്ക് ഷൂട്ടില്ലാത്ത ദിവസങ്ങളിൽ ലൊക്കേഷനിൽ ചെന്നിരിക്കാനുള്ള, സിനിമയുടെ ആ ക്രൂവിൻ്റെ ഭാഗമായി നിന്നിട്ട് ചുറ്റും നടക്കുന്നതെല്ലാം കാണാനും എഡിറ്റിംഗ് നടക്കുന്ന സമയത്ത് അപ്പോൾ അതിലും തീവ്രത്തിൽ വേണമെന്ന് തോന്നുന്നു എനിക്ക് കുറച്ച് ക്ലോസ് ആയിട്ട് കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യാനൊക്കെ പറ്റി സിനിമയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് സിനിമനെ. മറ്റെല്ലാം പുറത്ത് നിന്നിട്ടുള്ള കണ്ടിട്ടുള്ള. അപ്പോൾ സിനിമയ്ക്ക് ഉള്ളിൽ നിന്നാണ് ABCD പഠിച്ചത്. സിനിമയുടെ സ്റ്റൈൽ ഐക്കോൺ ആരാണ് ടോവിനോയുടെ? നന്നായിട്ട് ശ്രദ്ധിക്കുന്ന ആൾക്കാർ മമ്മൂക്കയും ദുൽഖറും ഒക്കെ അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും. പ്രത്യേകിച്ച് ദുൽഖർ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ആളാണ് എന്ന് തോന്നിയിട്ടുണ്ട്. അത് നല്ല രസമുണ്ട്, അത് പുൾ ഓഫ് ഇൻ ചെയ്യും വൃത്തിയായിട്ട്. അപ്പോൾ ദുൽഖർ മായാനദി എടുക്കാം നമുക്ക്. ആക്ടിങ് ഇസ് നോട്ട് എ പ്രോമിസ് എന്ന് ടോവിനോയ്ക്ക് തോന്നിയ ഏതെങ്കിലും നിമിഷം ഉണ്ടോ? ഇല്ല, ആക്ടിങ് ഈസ് എ പ്രോമിസ്. നമ്മളെല്ലാ ദിവസവും ദൈനംദിനമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാത്തിലും ആക്ടിങ്ങിൻ്റെ ഒരു അംശം ഉണ്ടെന്ന്. നമ്മളെല്ലാവരുടെയും മുമ്പിൽ നമ്മളിപ്പോൾ ഓരോരുത്തരുടെ അടുത്തും പെരുമാറുന്ന പല രീതിയിലല്ലേ. ശരി, മറഡോണ, ഹാൻഡ് ഓഫ് ഗോഡ്, അങ്ങനെ ഒരു കൈ സിനിമയിൽ ടോവിനോയ്ക്ക് തോന്നിയിട്ടുണ്ടോ? ആരുടെയെങ്കിലും കൈ? അല്ല, ഈ ഹാൻഡ് ഓഫ് ഗോഡ് സിനിമയിൽ പലപ്പോഴും നമുക്ക് തോന്നും. ഞാൻ അങ്ങനെ ഒരു ദൈവവിശ്വാസമൊന്നും അല്ല, പക്ഷേ അത് ഞാനത് ദൈവം ചെയ്യുന്നൊന്നുമല്ല ഞാൻ പറയണത്. ചില സമയത്ത് ചില കോയിൻസിഡൻസസിനെ നമ്മൾ ഹാൻഡ് ഓഫ് ഗോഡ് വിളിക്കാൻ തോന്നും. കാര്യം എന്താ വെച്ചാൽ എല്ലാം കറക്റ്റായിട്ട് ഒരു ഷോട്ട് നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഗംഭീരമായിട്ട് എല്ലാം കൃത്യമായിട്ട് ടൈമിങ്ങിൽ, അത് പ്രാക്ടിക്കലി ഓൾമോസ്റ്റ് ഇമ്പോസിബിളായിട്ട് പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ടൈമിങ്ങുകൾ ചിലപ്പോൾ ഫസ്റ്റ് ടേക്കിൽ തന്നെ അറിയാണ്ട് വരും. ചിലപ്പോൾ ഒരു ലൈറ്റ് കത്തുന്നതിൻ്റെ ആവാം, ഒരു കാറ്റടിക്കുന്നതിൻ്റെ ആവാം, ഒരു ഹെഡ് ടേൺ, അത് നമ്മൾ മനുഷ്യന്മാരല്ല ഒരു ആനിമൽസിൻ്റെ ഹെഡ് ടേൺ ആവാം. അങ്ങനെയുള്ള കുറേ ഹാൻഡ് ഓഫ് ഗോഡ് ഉള്ളൊരു സിനിമയാണ് അജയൻ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മേ ബി ഞങ്ങളുടെ ഇൻറ്റൻഷൻസ് നല്ലതായിരുന്നു, ഞങ്ങൾ വളരെ പ്യുവറായിരുന്നു ആ ഇൻറ്റൻഷൻസ്. ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഇപ്പോൾ ആ ടീസറിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ ബീഡി വായിക്കായിരുന്നു പുറത്തെടുക്കുന്ന ആ ഷോട്ട്. അപ്പോൾ ആ ഷോട്ടിൽ എൻ്റെ ബാക്കിലുള്ള അതിനകത്ത് എക്സ്ട്രാസായിട്ട് അഭിനയിച്ചിട്ടുള്ള ആൾക്കാർ പന്തവും കൊണ്ട് വരുമ്പോൾ ആ ഷോട്ട് വെച്ചിട്ട് അത് പ്ലാൻഡ് അല്ല. ആ ബാക്കിൽ പന്തം ഞാനിത് പുറത്തെടുക്കുന്ന സമയത്ത് തന്നെ ഈ പന്തം ഇങ്ങനെ, അത് ഞാൻ ടീസറിൻ്റെ ലാസ്റ്റ് ഷോട്ട് പ്ലേ ബാക്ക് ചെയ്ത് നോക്കിയാൽ കാണാം പന്തം ഇങ്ങനെ പൊങ്ങി വരുന്നത് കാണാം. അത് ആക്ച്വലി നമ്മൾ പ്ലാൻ ചെയ്തിട്ട് എടുത്താൽ വരെ ടൈമിങ് പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. അത് കിട്ടി. അപ്പോൾ അതൊക്കെ കിട്ടുന്ന സമയത്ത് ഞാൻ ജിതിൻ്റെ അടുത്ത് പറയും, കൊടുക്കത്തെ ഭാഗ്യമുള്ളതാണ്. അപ്പൊ പറയും ബ്രോ, അപ്പൊ എന്റെ കഴിവ് അതുകൊണ്ട് ഭാഗ്യമുണ്ടല്ലോടാ എനിക്ക് എന്ന് പറയും. ചെറിയ ഹാൻഡ് ഓഫ് ഗാഡ് അല്ലേ സിനിമ ഇൻഡസ്ട്രിയിലെ ടോവിനോയുടെ സൂപ്പർ ഹീറോ
ആരെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ ആരായിരിക്കും? ഇതിനു മുമ്പ് സൂപ്പർ ഹീറോ ആരെന്ന് വെച്ചപ്പോൾ അച്ഛനാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് സിനിമ ഇൻഡസ്ട്രിയിൽ ഇപ്പം അപ്പൻ സിനിമയിൽ അഭിനയിച്ചു പോയി. വീണ്ടും അപ്പനെ പറയുന്നത് ഇൻഡസ്ട്രിയിലെ സൂപ്പർ ഹീറോ. സിനിമ ഇൻഡസ്ട്രിയിൽ ഈ രാജുവേട്ടനെ കുറച്ച് സൂപ്പർ പവേഴ്സ് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. ആണല്ലേ? അപ്പോൾ കൊടുക്കാം ടോവിനോയുടെ സൂപ്പർ ഹീറോ. അതായത് ഒരു ശരാശരി മനുഷ്യനെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് പുള്ളിക്ക് ചെറിയ സൂപ്പർ ഹീറോ എലമെന്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ടോവിനോയുടെ ഇൻഡസ്ട്രിയിലെ സൂപ്പർ ഹീറോ പൃഥ്വിരാജ്. അടുത്ത സിനിമ വാശി. ടോവിനോയുടെ വാശി എന്താണ്? അത് വാശിയുണ്ട്. വാശി എപ്പോഴും ഉണ്ടാവണമല്ലോ. ആൾക്കാർ നമ്മളെ കൊണ്ട് ഒരിക്കലും പറ്റില്ല എന്ന് വിചാരിക്കുന്ന കാര്യം ചെയ്ത് കാണിച്ചിട്ട് മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് രസമുള്ളൊരു വാശിയാണ്. സൂപ്പർ. ഇനി നമ്മൾ ഡെബ്യൂ ഡയറക്ടർ ജിതിനെ വെൽക്കം ചെയ്യാൻ പോവാണ് സ്റ്റാർ ജോണിലേക്ക്. തീർച്ചയായിട്ടും. ARM അജയന്റെ രണ്ടാം മോഷണത്തിന്റെ ഡയറക്ടർ, ഡെബ്യൂ ഡയറക്ടർ ജിതിനെ ലോകത്തിന് ടോവിനോ പരിചയപ്പെടുത്താൻ പോവാണ്. ജിതിൻ വെൽക്കം. മറ്റേ മാനിഫെസ്റ്റേഷനും മറ്റേ ക്രിസ്റ്റൽസും അങ്ങനത്തെ കുറച്ച് അങ്ങനെയൊന്നുമില്ല, ചുമ്മാ ഇതിങ്ങനെ കാണുമ്പോ ഇഷ്ടപ്പെടുന്നു, മേടിക്കുന്നു. ഓക്കെ, എന്താ വിസ കിട്ടിയോ? വിസക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. സിനിമയുടെ ഭാഗമായിട്ടുള്ള പോക്കാണോ നിങ്ങൾ? ഇന്റർനാഷണൽ പ്രീ ലോഞ്ച്. എവിടേക്കാ പോണേ? അത് UK. ഓക്കെ, സാധാരണ നമ്മള് ദുബായ് എവിടേക്കാണല്ലോ പോവാറ്? UK പോകാൻ തുടങ്ങി നമ്മള്. നിങ്ങളെന്നെ പറഞ്ഞല്ലോ അത് സാധാരണയാണെന്ന്. അസാധാരണമായിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. പൊളി. ജിതിൻ 6 വർഷത്തെ കാത്തിരിപ്പായിരുന്നു. ടോവിനോയുടെ ജേർണി പറഞ്ഞു. ജിതിന്റെ ജേർണി പറ. 2017 ആദ്യമായിട്ട് ടോവിനോട് കഥ പറയണോ തൊട്ടിങ്ങോട്ട് എന്തൊക്കെയാണ് ഇപ്പൊ ഹൈലൈറ്റ്സ് വരുന്നത് മനസ്സിൽ? അല്ല, ബേസിക്കലി എനിക്ക് ഇതിന്റെ സ്ക്രിപ്റ്റ് നേരത്തെ തന്നെ സുജിത്തേട്ടൻ എൻ്റെ ഒരു അസോസിയേറ്റ് അയച്ചു തരുകയും അത് ഞാനിങ്ങനെ വായിക്കാൻ കുറച്ച് ലേറ്റായി. ആ സമയത്തായിരുന്നു ഗോദയുടെ ഷൂട്ട് നടക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നിട്ട് വായിക്കുന്നതും അപ്പം തന്നെ ലോക്ക് ചെയ്തത്. അങ്ങനെ ആയിരുന്നു അതിൻ്റെ ജേണി. ഫ്രം ഈ പറയുന്ന ഗോദ കഴിഞ്ഞ ഉടനെ നമ്മൾ പിച്ച് ചെയ്യുന്നു. പക്ഷെ അന്നൊരു ചെറിയ സിനിമയായിരുന്നു. അത് ഇത്രയും, അതായത് നമ്മൾ കഥ ഇത് തന്നെയാണ്. 6 to 7 years ഇതെങ്ങനെ നമ്മൾ അതിൻ്റെ ഒരു സ്റ്റാർട്ട് ടു ഈ പറയുന്ന ഒരു ഫൈനൽ ഔട്ടിൻ്റെ ഒരു ജേണിയാണ് ഇപ്പം കാണുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ അന്താളിച്ച് നിൽക്കുന്നത്. ഇത് വലുതാക്കിയത് ടോവിനോയാണോ? അങ്ങനെയല്ല, എല്ലാവരും ഓരോരോ രീതിയിൽ വലുതായിട്ടുണ്ട് ആ സമയത്ത്. അല്ല, അതങ്ങനെ വലുതാക്കണം എന്ന് പറഞ്ഞിട്ട് വലുതാക്കിയതല്ല. ഈ പറയുന്ന കോവിഡിന്റെ സമയത്ത് നമ്മൾ പോസ്റ്റ് അടിച്ചിരുന്ന സമയത്ത് നമ്മൾ പല സാധനങ്ങളും പല പുറത്തുള്ള മെറ്റീരിയൽസും കണ്ടന്റ് കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ തോന്നുമല്ലോ നമ്മൾ കുറച്ചുകൂടെ, പിന്നെ നമ്മളും ഇവോൾവ് ആവും, നമ്മുടെ ചിന്തകൾ മാറും, നമ്മുടെ വിഷ്വൽ പ്ലാനിങ് മാറും. അതനുസരിച്ചിട്ടാണിത് മാറിയത്. ഇപ്പൊ ARM മോസ്റ്റ് അവൈറ്റഡ് സിനിമയാണ് ടോവിനോയുടെ നിലവില്. ഒരു 50ാമത്തോടെ ഒരു മേക്കറുടെ വെയിറ്റിംഗ് എന്തൊക്കെയായിരുന്നു? ജിതിന്റെ 6 വർഷത്തെ കാത്തിരിപ്പുണ്ട്, വേറെ സിനിമയ്ക്ക് പോയില്ല, അതിന് ജിതിന് കൈയടിക്കണം. ടോവിനോ പറയായിരുന്നു ഇടയ്ക്ക് പടം വേറെ ചെയ്തോടാന്നൊക്കെ പറഞ്ഞു. പക്ഷെ നിങ്ങൾ കാത്തിരുന്ന് 6 വർഷം വേറെ പടത്തൊന്നും ചെയ്യാതെ. അല്ലെ, എനിക്ക് ഇനിയും അങ്ങനെ ഒരുപാട് സിനിമകൾ ചെയ്യണം, അല്ലെങ്കിൽ വർഷം തോറും സിനിമ ചെയ്യണം, അങ്ങനത്തെ പ്ലാനൊന്നും ഇല്ല. ചെയ്യുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള, ബട്ട് എല്ലാതരം ഓഡിയൻസിനെയും ഈ സിനിമ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നതാണ്. എൻ്റെ ഒരു നീഡ് എന്ന് പറയുന്ന ഒരു 5 വയസ്സുള്ള കുട്ടി മുതൽ ഒരു 90 year ആയിട്ടുള്ള ഒരു അപ്പൂപ്പന് വരെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ചെയ്യണം. അല്ലാതെ ഈ ഇന്ന ഓഡിയൻസിന് ഇത് വർക്കാവത്തില്ല, മറ്റേ ഓഡിയൻസിന് വർക്കാവത്തില്ല, അങ്ങനെ അല്ലാതെ ഒരു പ്രോപ്പർ മാസ് ക്രൗഡിന് വർക്കാവുന്ന ഒരു സിനിമ, അതവർക്ക് വിഷ്വലിയും സ്റ്റോറി ഓറിയൻറ്റഡ് ആയിട്ടും ഒക്കെ അവർക്ക് ഒരു പുതിയ എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളതിൽ ചെയ്ത സിനിമയാണ്. അതുകൊണ്ടാണ് എന്തെങ്കിലും ഒരു സിനിമ ചെയ്യുമ്പോൾ നമുക്കൊരു സിഗ്നേച്ചറുള്ളൊരു സിനിമ ചെയ്യുക എന്നുള്ള അങ്ങനെ വെയിറ്റ് ചെയ്തതാണ്. ജിതിനിപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പെരുന്നാളിന്, ക്രിസ്മസിന്, ഓണത്തിന്, എല്ലാ ഫെസ്റ്റിവലിനും അജയൻ്റെ രണ്ടാം വർഷത്തിൻ്റെ ഒരു പോസ്റ്റർ ഉണ്ടാക്കും. അങ്ങനെ ലൈവായിട്ട് നിർത്തിയിട്ടുണ്ട്. ബുദ്ധിയാണത്. ഡേറ്റ് ചോദിക്കില്ല, എപ്പോൾ തുടങ്ങാന്നൊന്നും ചോദിക്കില്ല. പകരം എല്ലാ ഓണത്തിനും ക്രിസ്മസിനും ഈസ്റ്ററിനും വിഷുവിനും പോസ്റ്റർ അയച്ചില്ല. അപ്പൊ ഇത് പിന്നെ ഇനി തുടങ്ങണ്ടേ എന്നാ എന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിട്ട് ഇവൻ അന്നുപോലെ ചെയ്തു തുടങ്ങിയത്. പക്ഷെ അതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ അജയൻ്റെ രണ്ടാം മോഷണം എന്നുള്ള സിനിമ എന്ന് പറയുന്നത് ഷൂട്ടിംഗ് തുടങ്ങുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് അറിയാമായിരുന്നു അങ്ങനെ ഒരു സിനിമ ഉണ്ടെന്നുള്ളത്. നമ്മളെ കുറെ പോസ്റ്റേഴ്സ് കണ്ടിട്ട്
ലൈം ലൈറ്റിൽ നിർത്തി. അതെ, നമുക്ക് പ്രീ പ്രൊമോഷൻസിന് ഒരുപാട് സമയം കിട്ടി. അത് ഈ പറയുന്ന പുച്ഛവും പരിഹാസവും എന്തായാലും കേൾക്കും. കുറെ നാളായല്ലോ നീ ഇത് പോസ്റ്റർ ഇറക്കാൻ തുടങ്ങി, എന്തെങ്കിലും നടക്കോ, ടൊവിനോ ഡേറ്റ് തന്നോ നിനക്ക് സത്യത്തിൽ? അങ്ങനെ എന്തൊക്കെ കേട്ടിട്ടുണ്ട്? അങ്ങനെ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. നമ്മളിപ്പോഴും നമ്മൾ സാധാരണ രീതിയിൽ വന്ന് അങ്ങനെ തന്നെയാണ് ഇപ്പോഴും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു അണ്ടർ ഡോഗ് അല്ലെങ്കിൽ ഒരു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഇതായിരിക്കുമല്ലോ പലരും നമ്മളെ കാണുന്നത്. നമ്മളതൊന്നും ശ്രദ്ധിക്കാതെ നമ്മുടെ പണി നമ്മളെടുത്ത് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം ഓക്കെയാണ്. 118 ദിവസം ഷൂട്ട് നടന്നിട്ടുണ്ട്. ഇപ്പൊ മലയാളത്തില് എനിക്ക് തോന്നുന്നു എമ്പുരാൻ കഴിഞ്ഞ ലോങ്സ്റ്റ് ഷൂട്ട് ചെയ്ത പടം ഇതാണോ? അല്ലല്ല, അതേ കൂടുതലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. 100+ ഡേയ്സ് ഷൂട്ട് ചെയ്യുന്നറിയോ? അതായത് 125 ദിവസം പ്ലാൻ ചെയ്തിട്ട് ഞാൻ 118 ദിവസം തീർത്തു എന്നുള്ള രീതിയിൽ അങ്ങനെ നമ്മളെല്ലാം ഹാപ്പി ആയിരിക്കുന്നതാണ് നമ്മൾ കൂടുതൽ അത്രയും ദിവസം ഷൂട്ട് ചെയ്യുന്നതിനായിട്ട്. പക്ഷെ ഈ പറയുന്ന ഇപ്പം പലരും നമുക്കിപ്പം അതിലും കൂടുതൽ സമയം എടുക്കുമായിരുന്നു ഈ സിനിമ ഒരുപക്ഷെ. പക്ഷേ നമ്മൾ അത്രയും എൻ്റെ കൂടെയുള്ള അത്രയും ആൾക്കാർ, ടൊവി ഉൾപ്പെടെ, ഇത്രയും കണ്ടിന്യൂസ് ഡേയ്സ് നൈറ്റ് ഉറങ്ങാതെ ഇരിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ ഇതാണ്. കാരണം എന്നെ അവിടെ സെറ്റിൽ തന്നെ മറ്റേ സൈക്കോ ഡയറക്ടർ എന്നൊക്കെ ഉള്ള മോഡായിരുന്നു. 3 മാസം കണ്ടായിരുന്നു നൈറ്റ് ഷൂട്ട്. അപ്പോൾ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റാണല്ലോ. അപ്പോൾ അവർ പറയുന്നത് KGF എന്നാണ് പറയുന്നത്. രാവിലെ അതായത് ഒരു വൈകുന്നേരം 3 മണിയാകുമ്പോൾ അവരെ കൊണ്ടിടുന്നു, വൈകുന്നേരം രാവിലെ 6 മണിയാകുമ്പോൾ പാക്ക് ചെയ്ത് തിരിച്ചു കൊണ്ടുപോകുന്നു. സൈക്കോ ആയിരുന്നു അതല്ലെന്ന്. ഈ നൈറ്റ് ഷൂട്ടിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാല്, നൈറ്റ് ഷൂട്ടിന് നമുക്ക് ഒരിക്കലും സമയം തികയില്ല. ഇപ്പൊ സാധാരണ ഒരു രാവിലെ 9 മണിക്ക് ഷൂട്ട് തുടങ്ങി, വൈകിട്ട് 6 മണി 7 മണി വരെ ഷൂട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. എന്നിട്ട് നമ്മൾ ഉറങ്ങുന്ന ഒരു 12 മണിക്കാണ് നമ്മൾ ഉറങ്ങുന്നുണ്ടെങ്കിൽ അതുവരെയുള്ള നമുക്ക് സമയം കിട്ടൂലേ. പക്ഷെ നൈറ്റ് ഷൂട്ടിൽ അതില്ല. നൈറ്റ് ഷൂട്ടിൽ ഷൂട്ട് കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമായിരിക്കും, വന്ന് കിടന്ന് ഉറങ്ങും. ഉറക്കം എഴുന്നേറ്റ് അപ്പൊ തന്നെ ഷൂട്ട് പോകുന്ന സമയവും അത് എവിടെയാ സമയം പോകണമെന്ന് ഞാൻ കുറെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ നൈറ്റ് ഷൂട്ടിൽ അങ്ങനെയാണ്. ഷൂട്ട്, ഉറക്കം, ഉറക്കം, ഷൂട്ട്. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് കുതിര, കളരി. അത് പറഞ്ഞില്ലല്ലോ, ഹോഴ്സ് റൈഡിങ് ടൊവിനോ ഇതിനു വേണ്ടിയിട്ടാണോ പഠിച്ചത്? പിന്നെ ഞാനിവിടെ ഊട്ടിയിലും കൂടെ സ്വന്തമായിട്ട് കുതിര റൈഡ് ചെയ്യോ? അല്ല, ഇപ്പം അത്യാവശ്യം ഒരു കുതിരനെ റൈഡ് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെ ഭയങ്കര അഭ്യാസങ്ങളൊന്നും കാണിക്കാനൊന്നും അറിയില്ലെങ്കിൽ പോലും അത്യാവശ്യം കുതിരനെ ഒരു അത്യാവശ്യമൊന്നും അരിയും പഞ്ചസാരയൊക്കെ മേടിക്കാൻ വേണ്ടി തൃശ്ശൂർ ടൗണിൽ കൂടെ പോയിട്ട് വരാം അല്ലേ? അല്ല, അത് ബേസിക്കലി കുതിരയായിട്ടൊരു അടുപ്പം ഉണ്ടാവുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇക്കാര്യത്തിൽ. അല്ലാതെ നമ്മളിപ്പോൾ പുറത്ത് കയറിട്ട് എന്ത് കാണിച്ചാലും കുതിര സമ്മതിക്കൂല. ഓക്കെ, ഈ 6 വർഷത്തെ ഈ ലോങ് ജേർണി ഇത് എക്സ്പെക്റ്റഡ് ആയിരുന്നോ അതോ ഇതിന് ഇവഞ്ച്വലി ഇങ്ങനെ വന്നതാണോ? ഇവഞ്ച്വലി വന്നതാണ്, അങ്ങനെ പ്ലാൻ ചെയ്തതൊന്നുമല്ല. എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ, ആ സമയത്തെ നടക്കുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഈ സമയമുണ്ടല്ലോ, ഈ സമയത്തിൽ നമ്മളൊക്കെയും പേഴ്സണലി നമ്മൾ കുറച്ചും കൂടെ വലുതാവൂലേ, ആ ഒരു മെച്യൂരിറ്റിയൊക്കെ വരൂലേ. ഇപ്പൊ ഇടയ്ക്ക് ഞങ്ങളൊരു ലുക്ക് ടെസ്റ്റ് പോലെ ഒരു വീഡിയോ ഫോട്ടോ ഷൂട്ട് ചെയ്ത് ഇന്ന് ഞാൻ അതെടുത്ത് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് എന്ത് കോമഡിയാണ് ഞാൻ കാണിച്ചു വെച്ചേക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഈ പറയുന്ന ചിന്തയും ഇതുമൊക്കെ അതിൽ നിന്നൊക്കെ ബെറ്ററായി, അപ്ഡേറ്റഡ് ആയി. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു. അങ്ങനെ റിഗ്രറ്റ് ഒന്നുമില്ല ലേറ്റ് ആയാലും. ഞാനാണെങ്കിൽ പുതിയ കാര്യങ്ങൾ പഠിക്കാനൊക്കെ ഞാൻ കുറച്ചുകൂടെ ഓപ്പൺ ആയിരുന്നു എനിക്ക് തോന്നി. ഞങ്ങളൊരു 2017 അല്ലെങ്കിൽ 2018 അങ്ങനെ ഈ സിനിമ ചെയ്തിരുന്നെങ്കിൽ ഇതുപോലെ ആവില്ലായിരുന്നു, ആരുടെ എഫേർട്ട് ഇതുപോലെ ആവില്ലായിരുന്നു. ഇപ്പം നമുക്കൊക്കെ കുറച്ചും കൂടെ എഫേർട്ട് എടുക്കാനും നമ്മളുടെയൊക്കെ സിനിമകൾ കാണാൻ കുറച്ചും കൂടെ ആൾക്കാരുണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയും, അപ്പോൾ അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി കൊണ്ട് നമുക്കും കൂടുതൽ എഫേർട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് എടുക്കാനും ഒക്കെ തോന്നും. കൂടുതൽ കോൺഫിഡൻസ് വന്നു 2024 ആയപ്പോഴേക്കും. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന 22 ഒക്ടോബറിലാണ് ഷൂട്ട് തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു പ്രീ പ്രൊഡക്ഷൻ അത് എല്ലാം ഇങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടിരുന്നു. അത് നമുക്ക് ഓരോ ഇപ്പോൾ എനിക്ക് തോന്നുന്നു പ്രീവിയസ്. അപ്പോൾ ടോയ്ക്കാണെങ്കിലും കുറച്ചുകൂടെ ആ വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഞാൻ ഒരു ടീമുമായിട്ട് ചേർന്നിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു 40 മിനിറ്റ്സ് നമ്മൾ 3Dയിൽ ആയിട്ട് വിഷ്വലൈസ് ചെയ്തിട്ട് ഇങ്ങനെ ആയിരിക്കും ഷൂട്ട് വരിക എന്ന് പറയുന്ന ഒരു സാധനം ചെയ്തിട്ടുണ്ടായിരുന്നു അൺറിയലിൽ. അപ്പോൾ അത് കാണിച്ചപ്പോഴാണ് ഓക്കെ. ഇവൻ്റെ അടുത്ത് ഞാൻ പറയാറുണ്ടായിരുന്നു, വേടാ ജിത്തിനെ ഇത്ര കൊല്ലം വെയിറ്റ് ചെയ്തതാണ്, പരിപാടി ഗംഭീരമാണ്. അതായത് ഞാൻ എന്നോട് എപ്പോഴും പറയുന്നതെന്ന് വെച്ചാൽ സമയം കിട്ടിയിട്ട് നന്നാക്കണം. അല്ല, അത് മാത്രമല്ല, നമ്മളൊരു സിനിമ ചെയ്തിട്ടേ
ഇപ്പോൾ ആക്ടേഴ്സ് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇവർ സ്പെൻഡ് ചെയ്യുന്ന പോലെ 6-7 വർഷം സ്പെൻഡ് ചെയ്യുന്നത് ഒരു സാധാരണമായിട്ടുള്ള കാര്യമല്ല. എഫേർട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഇത്രയും സമയം ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞിരുന്നത് അത് എനിക്ക് വേറെയും സിനിമകൾ ഞാൻ കമ്മിറ്റ് ചെയ്ത് വെച്ചത് തുടർന്ന് അങ്ങോട്ടും ഉണ്ട്. എനിക്ക് നിൻ്റെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്, എടാ ഗംഭീരമാക്കണം പടം. ഒരു പടം എടുത്തിട്ട് അത് വർക്കായില്ലെങ്കിൽ ഒരു പുതുമുഖ ഡയറക്ടറിൻ്റെ അത്രയും വില പോലും ഉണ്ടാവില്ല. ആദ്യത്തെ പടം ചെയ്തിട്ട് അത് വർക്കായില്ലെങ്കിൽ അതെപ്പോഴും നീ ഓർക്കണം. അത് ഞാൻ ഇവരെ എപ്പോഴും പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ടിരുന്ന കാര്യം അതാണ്. വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ പറയണത്, അത് ആസ് എ ഫ്രണ്ട് ഞാൻ പറയണം. അതായത് ഒരു സിനിമ നിങ്ങൾ ചെയ്തു, ആ സിനിമ വർക്കായില്ല, അപ്പോൾ നിങ്ങൾക്കൊരു പുതുമുഖ ഡയറക്ടറിന് ഒരു ആദ്യത്തെ സിനിമ എടുക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ആദ്യത്തെ സിനിമ പരാജയപ്പെട്ട ആൾക്ക് രണ്ടാമത്തെ സിനിമ എടുക്കാൻ പറ്റുക എന്ന് പറയുന്നത്. നടക്കില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ ആ എഫേർട്ട് ഭയങ്കര ഇതാണ്. എനിക്കറിയാതെ, ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് നിങ്ങൾക്ക് കഴിവുണ്ടോ കഴിവില്ലയോ എന്നുള്ളതല്ല. ഈ ഒറ്റ സിനിമ, ഫസ്റ്റ് സിനിമ നിങ്ങളുടെ അത് ഡിസൈഡ് ചെയ്യും. അപ്പോൾ പക്ഷേ ഈ പ്രീവിയസ് ഒക്കെ കണ്ടപ്പോഴത്തേക്കും ഇവനിത് പറയില്ലല്ലോ, എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഇവൻ പറയുന്നില്ല. ഇവൻ ചെയ്ത് കാണിച്ചെന്ന് പ്രീവിയസ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. ഓക്കെ, അത് കാരണം ഇത് കൂടുതൽ നീ തന്നെയാണോ ജയിച്ചത്? അപ്പൊ ഓക്കെ, നീ തന്നെയാണെങ്കിൽ ബാക്കി പടം നിനക്ക് ഫുൾ ഓഫ് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ അങ്ങനെ എഴുത്തില്ല. അപ്പം സുജിത്തേട്ടനാണ്, അതായത് മറ്റേ ഡുവോ പരിപാടിയാണ്. അതായത് സുജിത്തേട്ടൻ പകുതി ഞാൻ പകുതി എന്നുള്ള മോഡാണ്. അപ്പം എനിക്ക് വരുന്ന സാധനങ്ങൾ ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞു കൊടുക്കും, പുള്ളി അത് എഴുതും. അങ്ങനെ ഫ്രീ ആയിട്ടൊരു റൈറ്റർ നമ്മുടെ കൂടെ എപ്പോഴും ഓൺ ഫോണ് കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ പല സാധനങ്ങൾ കാണുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അപ്പം കിട്ടുന്ന എന്തെങ്കിലും ഐഡിയ ഉടനെ ചേട്ടാ നമുക്കിത് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം എന്ന് അപ്പം വിളിച്ച് പറയുമ്പം പുള്ളി അപ്പം തന്നെ സാധനം എഴുതി അയക്കും. അപ്പോൾ ഈ നമ്മുടെ തലയിലുള്ള വിഷ്വൽ ഇതെങ്ങനെ കൂടെയുള്ള ടെക്നീഷ്യൻസിനെയും ആർട്ടിസ്റ്റിനെയും കാണിച്ചു കൊടുക്കാം എന്നുള്ളത് ചിന്തിച്ചപ്പോഴത്തേക്കാണ്, അതിപ്പോൾ ഹോളിവുഡിലും ബാക്കി ഇങ്ങനത്തെ വലിയ സിനിമകൾ ചെയ്യുമ്പോൾ അങ്ങനെ പ്രീ വിഷ്വലൈസേഷൻ ചെയ്യും. നമ്മുടെ കയ്യിൽ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഫണ്ടൊക്കെ ഇഷ്യൂകൾ കാരണം ആരും അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ടീമിനെ കിട്ടി, നമ്മളങ്ങനെ ഒരു ഫീസിബിൾ ആയിട്ടുള്ളൊരു എമൗണ്ടിന് നമ്മളത് ചെയ്ത് കാണിക്കുമ്പോൾ ബേസിക്കലി അത് പ്രൊഡ്യൂസറിനും കൂടെയാണ് അതിൻ്റെ യൂസ് വരുന്നത്. ലൈക്ക് നമ്മൾ 15 ദിവസം ഷൂട്ട് ചെയ്യാനുള്ള സാധനം ഈ സാധനം കയ്യിലുള്ളതുകൊണ്ട് എല്ലാവർക്കും വ്യക്തമായിട്ടുള്ള ഐഡിയ ഉണ്ട്. അതുകൊണ്ട് അതൊരു 10 days ഷൂട്ട് തീരും. ഇത് കംപ്ലീറ്റ് സിനിമയാണോ? ആനിമേറ്റഡ് ഒരു 40 minutes. പിന്നെ ഇതിൽ വേറെ കാര്യം എന്ന് വെച്ചാൽ ഷൂട്ട് തുടങ്ങി 2ാമത്തെ ദിവസം, ഇവന്റെ ആദ്യത്തെ ദിവസം എനിക്ക് തോന്നുന്നു അവിടെ ഒരു അമ്പലത്തിലാണ് ഷൂട്ട് ചെയ്യണേ. അതുകൊണ്ട് അമ്പലത്തിൽ രാവിലെ നട തുറക്കും, പൂജ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും അത് നമ്മൾ അവസാനിപ്പിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, കറക്റ്റ് സമയത്ത് തന്നെ പാക്കപ്പ് ഒക്കെ ചെയ്തു. 2ാമത്തെ ദിവസം പക്ഷെ 17 മണിക്കൂർ ഷൂട്ട് ചെയ്തു. രാവിലെ നട തുറന്നു, അപ്പുറത്ത് പൂജ, ഇപ്പുറത്ത് ആക്ഷൻ, അങ്ങനത്തെ പരിപാടിയൊക്കെ നടന്നു. ഞാൻ ഇടയ്ക്ക് എനിക്കത് റിയലൈസ് ആവുന്ന, ഇങ്ങനെ ആരും ഒരാൾ ബോധം കെട്ട് വീഴുന്നു കൊണ്ടുപോകുന്നു, 2ാമത്തെ ആൾ ബോധം കെട്ട് വീഴുന്നു കൊണ്ടുപോകുന്നു. അതായത് സിനിമയുടെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയുടെ ആദ്യത്തെ 2ാമത്തെ ദിവസം ഞാൻ നോക്കുമ്പോണ്ടല്ലോ, എന്നിട്ട് ഇവനുണ്ടല്ലോ എന്റെ മുമ്പിൽ പെടാതെ നടക്കുകയാണ്. ഞാനപ്പോ ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഇവരുടെ അടുത്ത്, അതായത് വെറുതെ ഒന്നുമില്ല, ഒരു 15 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ പറയുമല്ലോ അതാ ഉറങ്ങാൻ സമ്മതിക്കടാ, ഞാനൊരു മനുഷ്യനാണ് അതൊക്കെ പറഞ്ഞ് വെറുതെ ചെറിയ ടാൻട്രംസ് ഇറക്കുമല്ലോ. ഈ ഇറക്കാൻ വേണ്ടിട്ട് ഇവരെ തപ്പിയിട്ട് കാണുന്നില്ല, ഇവന് അകലെ കൂടെ ഒക്കെ ഔട്ട് ഓഫ് ഫോക്കസിൽ നടന്നുകൊണ്ട് പാക്കപ്പ് ആയപ്പോഴാണ് എന്റെ മുമ്പിൽ വന്ന് പ്രതീക്ഷപ്പെടുന്നത്. അല്ല, എനിക്ക് ആ സ്ഥലത്ത് ഷൂട്ട് ചെയ്ത് തീർക്കേണ്ട കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു. ആ സ്ഥലത്തേക്ക് എത്തിയപ്പോൾ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ എനിക്കെല്ലാം പ്രീ പ്ലാൻഡ് ആയിട്ട് ഷൂട്ട് ചെയ്യാന്നുള്ള പ്ലാൻ ആയിരുന്നു. സ്റ്റിൽ നമുക്ക് അവിടെ ചെന്നപ്പോ എങ്ങനെയോ ഒരു സാധനം കിട്ടി, അപ്പൊ തന്നെ ആക്ഷൻ ടീമായിട്ട് സംസാരിക്കുന്നു. 118 ദിവസം കൊണ്ട് തീർത്തു എന്ന് പറയാനല്ലേ, അതിനെ ശരിക്കും 118 ദിവസമായിട്ട് കൂട്ടിയാൽ പോരാ. വർക്കിംഗ് അവേഴ്സ് കൂടുതലുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ 36 മണിക്കൂറൊക്കെ അടുപ്പിച്ച് ഷൂട്ട് ചെയ്തിട്ടുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. 36 മണിക്കൂർ അടുപ്പിച്ച് അതും ഇങ്ങനെ ഫ്രഷ് ഐഡിയാസ് വന്നോണ്ട് ഞാൻ അതിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കട്ട് വിളിക്കുന്നത് അതിന്റെ ഒന്നും സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അവസ്ഥയായിരുന്നു. പല നമ്മള് അങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഈ സിനിമ കുറേ ഉണ്ട് ഷൂട്ട് ചെയ്യാൻ. 300 ദിവസം എടുക്കും നമ്മൾ അങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചാൽ. ഈ 118 ദിവസത്തിൽ തന്നെ ഈ സിനിമ തീർന്നത്. മാത്രമല്ല 300 ദിവസം എന്ന് പറയുമ്പോൾ ഇതിന്റെ ഇരട്ടി ബഡ്ജറ്റ് പോകും. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഇത് നമുക്കില്ല. അപ്പൊ ഇത്രയും സമയത്തിനുള്ളിൽ
ഇപ്പോഴും നമ്മളുടെ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തേക്കുന്നതിനേക്കാൾ സ്ക്രീനിൽ കാണാൻ പറ്റും. സ്പെൻഡ് ചെയ്തിട്ടുള്ള പൈസയേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ബിക്കോസ് ഓഫ് ദി എഫേർട്ട്. ഇതിന്റെ സ്റ്റോറി ബോർഡായിട്ട് പലരിടത്തും പോയിട്ടുണ്ട്, അപ്പൊ ഇതൊന്നും നടക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ബേസിക്കലി ഈ സ്ട്രഗിള് ഈ ഞാന് ടോവി സുജിത്തേട്ടൻ ഞങ്ങൾ മൂന്നുപേരാണ് ഇങ്ങനെ, കൂടുതലും ഞാനും സുജിത്തേട്ടനുമാണ്. പിന്നെ നമ്മൾ ടോവിനെയും അറിയിക്കേണ്ട സാധനങ്ങൾ അറിയിക്കും. ബേസിക്കലി ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു വലിയ സിനിമ ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കുറേ പല ടെക്നീഷ്യൻസിൻ്റെ അടുത്തും പോകുന്നു. അപ്പോൾ അവർക്ക് ബേസിക്കലി എന്നെ കാണുമ്പോൾ ആർക്കും എന്നെ കൊണ്ട് ഇത് പറ്റൂല എന്നാണ് തോന്നാറുള്ളതെന്ന് തോന്നുന്നു. ടോവിക്ക് തോന്നിയായിരുന്നു? എന്നിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ലടാ, തോന്നിയിട്ടും തോന്നുന്നു. അതെ അതല്ല കാരണം ഞാനിങ്ങനെ പൊതുവെ അങ്ങനെ ഇവനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലാത്തതെന്ന് തോന്നിയെന്നല്ല കേട്ടോ ഞാൻ പറയണേ. പക്ഷെ ഇത് ചെയ്യാൻ പോകുന്നത് ഇവനെ കൊണ്ടൊന്നല്ല, പക്ഷെ ആരെക്കൊണ്ടും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതല്ല എന്നുള്ള കാരണം കൊണ്ടാണ് ഞാൻ ആ ഒരു ഇവനോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അല്ലാതെ അത് ഇവനെ വില കുറച്ച് കണ്ടിട്ടോ, കാര്യം ഇവൻ ചെയ്തിട്ടുള്ള മ്യൂസിക് വീഡിയോസും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അതൊക്കെ ഗംഭീരമാണ്. പക്ഷെ ഒരു സിനിമയായിട്ട് വരുമ്പോൾ അതിനേക്കാളും ഒരുപാട് പണിയുണ്ട്. പക്ഷെ ഇവനെയും മുടക്കിയ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരം വർഷങ്ങൾ അത് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തത് അല്ല. ബേസിക്കലി നമ്മളിപ്പം എനിക്ക് മ്യൂസിക് വീഡിയോ ഷൂട്ട് ചെയ്ത് മാത്രമേ പരിചയമുള്ളൂ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എനിക്കങ്ങനെ സീന് ഷൂട്ട് ചെയ്തോ, പക്ഷെ എൻ്റെ തലയിൽ സിനിമയുണ്ട്, അത് ഷൂട്ട് ചെയ്യുക, അതിന് എത്ര സമയം എടുക്കും എന്നുള്ളത് എനിക്കറിയത്തില്ല എന്നുള്ളൊരു ഇതായിരുന്നു. പിന്നെ ഞാൻ കുറച്ചിങ്ങനെ ലോസ്റ്റായിട്ട് ഇങ്ങനെ എൻ്റേതായ വേൾഡിൽ നടക്കുന്ന ഒരാളായതുകൊണ്ട് ഇങ്ങനെ എൻ്റെ തലയിൽ കൂടെ സിനിമ തന്നെയായിരുന്നു കൂടുതലും ഓടിക്കൊണ്ടിരുന്നത്. ജിതിൻ്റെ സ്റ്റോറി പറ, സിനിമാഗ്രഹങ്ങളൊക്കെ എന്നാ തുടങ്ങിയ? സിനിമ ഇവന്റെ ഒരു കഥ ഞാൻ പറഞ്ഞേ. ഇവന്റെ ശരിക്കും പേരെന്താ അറിയാ? ജിതിൻ. അച്ഛന്റെ പേര് പറഞ്ഞു കൊടുക്കടാ. തങ്കപ്പൻ. അച്ഛന്റെ പേര്. അപ്പൊ ഈ ലാല എവിടെ നിന്ന്? അതിന്റെ കഥ പറയട്ടെ. ഇവനെ ചെറുപ്പത്തിൽ കൊച്ചുകുട്ടിയായിരിക്കുന്ന സമയത്ത് ഭയങ്കര മോഹൻലാൽ ഫാനായിരുന്നു. ഇപ്പോഴും അതെ. പക്ഷെ അന്നത്തെ മോഹൻലാൽ ഫാനായിട്ട് അവന് പേരിന്റെ കൂടെ ലാല ആഡ് ചെയ്യണമെന്ന് ആ വാശി. എത്ര വയസ്സില? മറ്റേ ഈ അഞ്ചാമത്തെ വയസ്സിൽ. അഞ്ചാമത് സ്കൂളിൽ ചേർക്കുമ്പോഴാണല്ലോ പേരെഴുതുന്നത്. അപ്പൊ ഒരു സിസ്റ്ററിന്റെ അടുത്ത് ഞാൻ ചെന്നിട്ട് പറഞ്ഞു പേരെന്താന്ന് ചോദിച്ചപ്പോ ഞാൻ മോഹൻലാൽ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അതിടാൻ പറ്റൂല, കാരണം അച്ഛന്റെയും അമ്മയുടെയും പേരിന് ഒട്ടും വ്യത്യാസം മാച്ച് ഇല്ല എന്ന് പറഞ്ഞു. അവസാനം എന്റെ പേര് ജിതിൻ നായർ TK എന്നായിരുന്നു. എൻ്റെ ചേച്ചിയുടെ പേര് ഗീതു കെ നായർന്നായിരുന്നു. അപ്പോൾ അന്നേ ഞാൻ വാല് മുറിച്ചു കണ്ടോ. സത്യത്തില് അതാണ് നിങ്ങൾ തന്നെ ഇട്ടാണ്. അന്ന് മുതലേ എന്തോ മോഹൻലാൽ ഫാൻ അത് തന്നെയാണ് നമ്മുടെ മെയിൻ ഇത്. പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ക്ലാസ്സിൽ കയറാൻ താല്പര്യമില്ല. നമ്മുടെ മാഹീനും ഞാനും ഒക്കെ ഫുള്ള് മറ്റേ നാടകം മൈമ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ പരിപാടിയായിട്ട് ലാണ് മെയിൻ ഇത്. പിന്നെ അച്ഛൻ സ്കൂളിൽ വരും, അച്ഛൻ പറയും മോനെ മറ്റേ ഇങ്ങനെ എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള ഒന്നിനും വിടരുതെന്ന് പറയും. കാരണം എനിക്ക് ക്ലാസ് കട്ട് ചെയ്യാൻ പറ്റും ഇതുണ്ടെങ്കിൽ. അതാണ് അവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത്. ഈ കഥ ജിതിനിലേക്ക് ആദ്യം എത്തിയപ്പോഴാണ് എൻ്റെ കൂടെ ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ അസോസിയേറ്റ്. അപ്പോൾ ശ്രീജിത്തിന്റെ വീടിന്റെ അടുത്താണ് സുജിത്തേട്ടൻ. ശ്രീജിത്ത് തൂവാണ് എനിക്ക് ഈ സ്റ്റോറി വരുന്നത്. അപ്പോൾ അന്നൊരു ബേസിക് സാധനം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്നിട്ട് അതിനെങ്ങനെ ഡെവലപ്പ് ചെയ്ത് പിന്നെ അപ്പു എന്ന് പറഞ്ഞിട്ട്, അപ്പു ഇപ്പോൾ ബേസ്ലൈൻ്റെ കൂടെയാണ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അപ്പു പട്ടത്തിരി എന്ന് പറഞ്ഞിട്ട്, അപ്പു ആണ് എൻ്റെ ഒരു മറ്റേ ഫിലിം സ്കൂൾ. അപ്പോൾ അപ്പുവിൻ്റെ വീട്ടിൽ പോയിരുന്നിട്ടാണ്, അപ്പു ആണ് എനിക്ക് രാത്രി ഇരുന്നിട്ട് എഡിറ്റിൻ്റെ ഇടയിൽ മറ്റേ റൂളും മറ്റേ ഫിലിമിൻ്റെ മറ്റേ ബേസിക്സ് ഒക്കെ പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ അപ്പു ഇപ്പം നമ്മുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ സൂപ്പർവൈസറാണ്. അപ്പോൾ ഈ ടെക്നിക്കൽ സാധനങ്ങളെല്ലാം ഞാൻ പഠിച്ചത് അപ്പുവിൻ്റെ കൂടെയാണ്. ഡയറക്ടറാണ്. ബേസിൽ സ്കൂളിൽ നിന്നാണ്. അപ്പം സത്യം പറഞ്ഞാല് ആശാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ പറഞ്ഞായിരുന്നു പ്രൗഡ് ആശാനാണ്. അപ്പൊ പക്ഷെ ഇപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു നിന്നെ അംഗീകരിച്ചിരിക്കുന്നു, നിന്റെ ഷൂട്ടിന്റെ സമയത്ത് ഞാൻ അംഗീകരിച്ചു. പിന്നെ ട്രെയിലർ കണ്ടപ്പോഴും ഞാൻ ഇത് ചെയ്തു. പിന്നെ ഇത്രയും നാളെ നീ ഇതിൻ്റെ ഇതായിട്ടൊക്കെ നിന്നത്, നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞു. കറക്റ്റ്. ജിതിൻ്റെ ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്തായിരുന്നു?
ഓൺ പേപ്പർ, അതായത് സുജിത്തേട്ടൻ നമ്മൾ ഓൺ പേപ്പറാണ്. എനിക്കെപ്പോഴും ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ഡയറക്റ്റ് ചെയ്തു എന്നുള്ളതിനെ കാട്ടി എന്നെ സംബന്ധിച്ചോളം സിനിമ എന്ന് പറയുന്നത് ഓൺ പേപ്പർ നല്ലതാണെങ്കിൽ അതിന് ആരെങ്ങനെ എടുത്താലും നമുക്ക്. പക്ഷെ ഇവന്റെ വേറെ ക്വാളിറ്റി ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, ഇവൻ ഭയങ്കര ആൾക്കാർ എന്ത് സജഷൻ പറഞ്ഞാലും അതിനെ അവൻ ചെവി കൊടുക്കും. എന്താ വെക്കേണ്ടത് എന്താ വെക്കേണ്ടാത്തതെന്നൊക്കെ അവന് തീരുമാനിക്കാൻ അറിയാം. പക്ഷെ മറ്റേ എൻ്റെ പടത്തിൽ വേറെ ആരും അഭിപ്രായം പറയണ്ട എന്നുള്ളൊരു അങ്ങനെ ഇല്ല, അങ്ങനെ ഇല്ല. അതേസമയം തന്നെ ഇവന് എന്താ വേണ്ടതെന്ന് അറിയുകയും ചെയ്യാം. അതിനേക്കാൾ ബെറ്റർ അഭിപ്രായങ്ങൾ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വീകരിക്കുന്നതിൽ തെറ്റില്ലല്ലോ. അത് ഇവന് മാത്രമല്ല, വർക്ക് ചെയ്യുമ്പോൾ മൊത്തത്തിലുള്ള അന്തരീക്ഷം ഭയങ്കര നല്ലതായിരിക്കും. നമ്മൾ ചുറ്റും എല്ലാവരും ബാക്കിലുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ അസിസ്റ്റൻസിനാണെങ്കിലും എല്ലാവർക്കും വന്ന് അഭിപ്രായം പറയാം. നമുക്ക് അങ്ങനത്തെ ഒരു ഈഗോ ഇതില്ല. ഞാൻ എല്ലായിടത്തും ഭയങ്കര ഫ്രീ ആയിട്ട് അങ്ങനെ സെറ്റിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുക, സെറ്റിൽ ചീത്ത വിളിച്ചിട്ട് ചാടിച്ച് നിർത്തുക, അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. നമ്മൾ മീൻസ് കാരണം ഞാനൊക്കെ AD ആയിരുന്നപ്പോഴത്തേക്കും ഞാൻ ഇപ്പോൾ ബേസിലായിട്ട് അങ്ങനെ അധികം ചൂടാത്ത ആളാണ്. പക്ഷെ അല്ലാതെ ഇപ്പം കണ്ടിട്ടുണ്ട്, ഇപ്പം ചൂടാകുമ്പോഴത്തേക്ക് ഈ ADസിനൊക്കെ പേടി വരും. നമ്മൾ പേടിച്ചിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് ഒരു പ്രോപ്പർ വേ ആയിരിക്കില്ല. അപ്പം നമ്മൾ ഭയങ്കര ചില്ലായിട്ട് ഷൂട്ട് ചെയ്യുക, ഭയങ്കര സമാധാനത്തിൽ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാവരും അങ്ങനെ ടെൻഷനൊന്നുമില്ല, പാനിക്കില്ലാതെ അവരുടേതായ നല്ല ഒരു എനർജി സിനിമയിലും മൊത്തം സെറ്റിലും ഉണ്ടാവും. ഈ പറയണ ഇവനെ മൊയ്തീന്റെ സമയത്ത് എന്തോരു കാര്യം അസിസ്റ്റൻസിന്റെ ഭാഗത്ത് എന്തോരം മിസ്റ്റേക്ക് വന്നപ്പോ വിമലേട്ടൻ ഫയർ ചെയ്യാണ്. നിങ്ങളാണ് ചെയ്യണം, അതാണ് നമ്മൾ ഒരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കണ്ടേ, അങ്ങനെയാണെങ്കിൽ കാര്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ടല്ലോ ഇവിടെ അസിസ്റ്റൻസ് ഒക്കെ നിൽക്കുക. വിമലേട്ടൻ ഇവിടെ നിന്നിട്ട് പറയാ, ഇവൻ നിൽക്കണ എവിടെ നിന്ന് അറിയാം, വിമലേട്ടന്റെ സൈഡിൽ എന്നിട്ട് ഇങ്ങനെ നിൽക്കാണ്. ഇവനാണ് അതിൽ ഏറ്റവും ലാസ്റ്റ് അസിസ്റ്റന്റ്. എന്നിട്ട് ഇവനവിടെ നിന്നിട്ട് അപ്പൊ വിമലേട്ടൻ എന്തെങ്കിലും പറയും, സൈഡിൽ നിന്നിട്ട് റിയാക്ഷൻ ഇട്ടിട്ട് വേറെ ആരും ചീത്ത പറയാണെന്നുള്ള പോലെ, നിങ്ങളെ ചീത്ത പറയാണ് ഞങ്ങൾ രണ്ടാളും കൂടി ഉള്ള പോലെ പറയണ ആളെ. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മറ്റേ ആക്ഷൻ കണ്ടിന്യൂറ്റി മാത്രം നോക്കിയാൽ മതി. ആദ്യത്തെ സിനിമയിൽ തന്നെ മറ്റേ അസിസ്റ്റന്റ് ആയിട്ടും മറ്റേ അസോസിയേറ്റിന്റെ പണിയാണ്. അപ്പോൾ ആക്ഷൻ കണ്ടിന്യൂ നോക്കുക, പിന്നെ രാജുവേട്ടൻ്റെ അടുത്ത് പോവുക, മറ്റേ കാരോവിൻ്റെ അടുത്തുനിന്ന് പിടിച്ചിറക്കുക. ടോയ് ബ്രോ ആയിട്ട് നേരത്തെ പരിചയം ഉള്ളത് കൊണ്ട് നമ്മൾ ആ രീതിയിൽ അങ്ങനെ നിൽക്കും. പിന്നെ എനിക്ക് നമ്മൾ കാണുന്നത് കൂതറയുടെ ലൊക്കേഷനിലാണ്. അപ്പോൾ ശ്രീനാഥേട്ടനും പിന്നെ നമ്മുടെ കൽക്കിയുടെ പ്രവീൺ ചേട്ടൻ്റെ കൂടെ സെറ്റിൻ്റെ അവിടെ പോയിരുന്നിട്ട് ഞാൻ ഇതൊക്കെ ഇങ്ങനെ നോക്കും, പഠിക്കും, ഇതെങ്ങനെ ഷൂട്ട് ചെയ്യുന്നു. ബേസിക്കായിട്ട് പാരലലി ഷൂട്ട് ചെയ്ത കുഞ്ഞിരാമായണത്തിലും മൊയ്തീലിലും അസിസ്റ്റന്റ് അല്ലേ? അതെ അതെ, രണ്ടും ഒരേ സമയത്ത് ഒരേ സമയം രണ്ട് പടത്തില്. അപ്പൊ ഒന്ന് ആലോചിച്ചു എന്താണ് ഐറ്റം. അപ്പം ആ ജിതിന് എടുത്തു വെച്ചിരിക്കുന്ന ടൊവിനോ അഭിനയിച്ച ഏറം കാണാൻ നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഓൾ ദി ബെസ്റ്റ്, പടം പൊളിക്കട്ടെ. താങ്ക് യു.